പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ആ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഒരു വലിച്ചിലവിടെ വലിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ അന്ത ലെവലിലേക്ക് അളവൊക്കെ ഇത് പോട്ടെ. പുഷ്പ 2 കണ്ടിട്ടുള്ള ഒരാളാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത്. അതെ, മാസാണ്, വളരെ വലിയ മാസ് പടമാണ്. കുറച്ചും കൂടെ ഇമോഷണൽ, കുറച്ചും കൂടെ ഫാമിലി ഒക്കെ ഉണ്ട്. ശ്രീവല്ലി എന്റെ ഭാര്യയാണ്. പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് കരുതിയോ? വൈൽഡ് ഫയർ. അന്നത് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഈ 10-20 പടം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലുവിന് വേണ്ടി ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പാട്ടുകൾ ഭയങ്കര രസമായിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ട്, ഒരു 15 മിനിറ്റുള്ള ഇടിയുണ്ട്, വാങ്ങാതിരി ഇടി. ദേവിശ്രീ പ്രസാദ് പറഞ്ഞു മറ്റേ സീനിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഒരു പാട്ടായിട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പോൾ അതൊരു പാട്ടായിട്ട് അല്ലു പാടി, നല്ല രസമുണ്ട്. അല്ലു പാടിയത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് കേട്ടിട്ട് ഇതുപോലെ മലയാളത്തിൽ പാടണം. അതാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിലൊരു തീപ്പന്തവുമായി സ്വയം കത്തിരിയുന്നവൻ ഞാൻ, കാജ, വീടികളുടെ രാജ. സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും വെച്ച് ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. 100 ദിവസം ഓടിയ സിനിമ വെച്ചിട്ട് അവരെന്നെ ട്രോൾ ചെയ്യുന്നത്. പൊട്ടി പടം വെച്ചിട്ടല്ല. ഞാനും ആസിഫ് അപർണയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറിയിരുന്നു. അപ്പൊ അങ്കിളോടും ആന്റിയോടും കുറേ സംസാരിക്കുന്നു. അപ്പൊ അങ്കിളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ഒരു മോൻ ഇപ്പൊ എറണാകുളത്താണ്. അവൻ ഈ മ്യൂസിക് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ്. എന്താ പേര്? സുഷിൻ ശ്യാം. സുഷിൻ ശ്യാമിന്റെ വീടാണ്. ജിസ് ജോയിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ജിസ്. നമസ്കാരം രജനീഷ്. തലവന് ശേഷം നമ്മൾ കാണുന്നു, പക്ഷെ ഇന്ന് കാണുന്നതിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. അല്ലു അർജുന്റെ പടം വരുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. അതുവരെ സംവിധായകനായിട്ടും എഴുത്തുകാരനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരാള് പെട്ടെന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറുകയാണ്, അല്ലു അർജുനായിട്ട് മാറുകയാണ്. മലയാളത്തിൽ അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ശരിക്കും ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു, ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ ഒരു അല്ലു അർജുൻ പ്രസൻസ്. നമ്മുടെ സെറ്റിലൊക്കെ അല്ലു അർജുൻ ഉണ്ടോ? അതേപോലെ ആസിഫ് തലവന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ 6ാമത്തെ സിനിമ നടക്കുമ്പോൾ അല്ലു അർജുന്റെ ട്രെയിലർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷൻസും പരിപാടികളും പ്ലാൻ ചെയ്യേണ്ട സമയത്ത് അല്ലു അർജുന്റെ ട്രെയിലർ ഡബ് ചെയ്യാൻ പോയിക്കാണ്. ഇതിന്റെ പുഷ്പയുടെ ഫസ്റ്റത്തെ ആദ്യം വിട്ട ടീസർ ഡബ് ചെയ്യാനായിട്ട് തലവന്റെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ ഞാൻ പോയിക്കുമായിരുന്നു. അതെ അതെ. ജിസേനെ പറഞ്ഞിട്ടുണ്ട്, ആര്യയിൽ വരുന്ന കൊച്ചു പയ്യൻ, അയാള് ആര്യയുടെ വിജയത്തിന് ശേഷം എന്താണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ചോക്ലേറ്റ് ആണ് ഇഷ്ടം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈ പറയുന്ന തഗ്ഗതിലേ വരെ എത്തുന്ന ഒരു കണ്ടു വളർന്നതാണ്. അല്ലു അർജുന്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് തെലുങ്ക് ഇൻഡസ്ട്രി മാത്രമല്ലാണ്, ടോട്ടൽ ഇൻഡസ്ട്രിയെ ഇന്ത്യയിൽ മുഴുവനും വ്യാപിക്കുന്ന തരത്തിലേക്ക് മാറിയില്ലേ? ആ വളർച്ച ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിലുള്ള ഹൈപ്പുകൾ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ? അതെങ്ങനെ നോക്കി കാണുന്നത്? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് 2007 ആര്യ വരുമ്പോൾ, 2007-ലോ 2008-ലോ നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഈ അല്ലു അർജുൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ഖാദർ ഹസൻ. ഖാദർ ഹസനെ ഒരിക്കലും അല്ലു അർജുനും മറക്കാൻ പാടില്ല, ഞാനും മറക്കാൻ പാടില്ല, ആരും ഇൻഡസ്ട്രി മറക്കാൻ പാടില്ല. ബിക്കോസ് അല്ലു അർജുൻ എന്ന് പറയുന്ന അന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളെ, താരം എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് അന്ന് ഒരാൾ അത്രേ ഉള്ളൂ, നമുക്ക് അറിയില്ല, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലില്ല. ആ ഒരു പയ്യനെ ഇവിടെ എടുത്ത് ഒരു മലയാള സിനിമ മാർക്കറ്റ് ചെയ്യുന്ന പോലെ കേരളം ഒട്ടാകെ ഹോർഡിങ്സ്, കേരളം ഒട്ടാകെ പോസ്റ്റേഴ്സ്, ഈ ലെവലിലാണ് ഇദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. അതായത് മറ്റേ കണ്ണുടച്ച് വെടിവെക്കുന്ന പരിപാടിയാണല്ലോ. അത് കിട്ടിയെന്നുള്ള ലൈനാണ്. ട്രിവാൻഡ്രത്താണ് ഡബ് ചെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ട്രിവാൻഡ്രത്ത് ശ്രീ മൂവീസ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഡബിങ് പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അന്ന് ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് സീരിയൽ ഭയങ്കര ഹിറ്റാണ്. അത് ഏതാണ്ട് 900 എപ്പിസോഡ് പോയ സീരിയലാണ്. അതിലെ കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദമാണ് എൻ്റേത്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്ര തിരക്കുള്ള സമയമാണ്. അതായത് ഈ സീരിയൽസിൻ്റെ വെച്ചാൽ 9-10 സീരിയലിലെ ഹീറോയ്ക്ക് ഞാൻ ആ വോയിസ് കൊടുക്കുന്നത്. പഴശ്ശിരാജയിലെ പഴശ്ശിരാജ, ഉദയനാണെങ്കിൽ ഉദയനൻ, കൊച്ചുണ്ണി, അങ്ങനെ മിന്നുകെട്ട്, അങ്ങനെ ഒരുപാട് സീരിയലുകളുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു 3 ദിവസം മാറി നിൽക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം അന്ന് എനിക്ക് നടക്കുന്ന കേസല്ല. കാരണം സീരിയൽസ് അത്രയേറെ കമ്മിറ്റഡ് ആണ്. അപ്പോഴാണ് ഇദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ ഈ കായംകുളം കൊച്ചുണ്ണിക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ശബ്ദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പുതിയ പയ്യനെ അവതരിപ്പിക്കുന്നുണ്ട്, തെലുങ്കനാണ്, തെലുങ്ക് പടമാണ്, മലയാളത്തിലേക്ക് ഡബ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് 2 ദിവസത്തെ അവധി സംഘടിപ്പിച്ചു, ശനിയും ഞായറും ഒക്കെ ആയിട്ട്, സീരിയലുകൾ ഇല്ലാത്ത ദിവസം. അന്ന് ശനിയും ഞായറും സീരിയലില്ല. ട്രിവാൻഡ്രത്ത് പോയി അവിടെ ഇരുന്ന് ഡബിങ്ങിന് ചെല്ലുന്നു, ഡബിങ് തുടങ്ങി. ഉദ്ദേശിച്ച പോലെ പോകുന്നില്ല. നമുക്ക് പരിചയമില്ലല്ലോ ഒന്ന് ഇങ്ങനെ വേറൊരു ഭാഷ പറയുന്ന എൻ്റെ മുകളിൽ മലയാളം ഡബ് ചെയ്ത്. അപ്പോൾ ഞാൻ എത്ര ടേക്ക് പോയിട്ടും ഇദ്ദേഹം ഓക്കെ ആവുന്നില്ല, ഈ ഖാദർ ഹസൻ സാർ ഓക്കെ ആവുന്നില്ല. അദ്ദേഹം
വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്. അത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാതെ പിടിവാശി പിടിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ എനിക്ക് വാശി പിടിക്കാം എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പൊ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇതൊരു ഡയറക്റ്റ് പടമല്ലല്ലോ, ഇതൊരു മലയാള സിനിമയല്ലല്ലോ, ഇതൊരു തെലുങ്ക് ഡബ്ബിംഗ് പടമല്ലേ, അതിന് ലിപ്പ് സിങ്ക് ആക്കുന്നതിന് ഒരു പരിധിയില്ലേ, ഇങ്ങനെ വാശി പിടിച്ച് അങ്ങനെ ശരിയാവുന്നത്, ഇത് എപ്പോൾ തീരാനാ? ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ 8 മണിക്ക് തുടങ്ങിയ ഡബ്ബിംഗ് ആണ്. 2 സീൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, 4 മണിക്കൂറായിട്ട് 2 സീൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സതീഷ് മുതുകുളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും എഴുതുന്നത് കേട്ടോ, മലയാളത്തിലേക്ക് പുഷ്പ എഴുതിയിരിക്കുന്നത് സതീഷ് ചേട്ടൻ തന്നെയാണ്. സതീഷ് ചേട്ടൻ നേരെ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. നോക്കിയപ്പോൾ ഇത് ഇത്ര അടിക്കുള്ള സ്ക്രിപ്റ്റാണ്, അതിന് ഏതാണ്ട് 90-95 സീനുണ്ട് ആര്യ എന്ന് പറഞ്ഞ പടം. ഞാനൊരു ഇരിപ്പിങ്ങനെ ഇരുന്നു, തല കറങ്ങിയിട്ട് വയ്യ. കാരണം ഇവിടെ 4 മണിക്കൂർ കൊണ്ട് 2 സീനായിട്ടില്ല. ഇത് ഈ 95 സീൻ ഞാൻ എപ്പോൾ ഡബ് ചെയ്ത് കഴിയാനാണ് അവസരം. അങ്ങനെ പിന്നെ 1-2 പറഞ്ഞ് വഴക്കായി. ഞാൻ പറഞ്ഞു ഞാൻ വഴക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു വഴക്കറിയാമല്ലോ, നമ്മളിങ്ങനെ മാറിപ്പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്, എനിക്ക് ശരിയാവണില്ല. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നേ, ഒരു അല്ലു ഇങ്ങനെ വരാന്തയിൽ കൂടെ നടന്നു വരുന്നു, പ്രൊഫസർ ഒരു ഓപ്പോസിറ്റ് വരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയണം. അപ്പം ഞാൻ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു. അത് അല്ലു എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ മോഡുലേഷനിൽ തന്നെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു ഗുഡ് മോർണിംഗ് മാഡം. ഇത് 12-15 ടേക്ക് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു മോഡുലേഷൻ ഉണ്ട്. അതെന്താണെന്ന് പുള്ളിക്ക് പറഞ്ഞു തരാനും പറ്റുന്നില്ല. അതിങ്ങനെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ അത് ആ പെർഫെക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് പണി പാളി നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പോവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞാൽ പോവാണ്. അപ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞ ചെറിയൊരു വഴക്ക് നീരസമായി അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം ഒന്ന് വലിയ ഷോപ്പൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം കടയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇനി പോവാന്നുള്ള അടുത്ത ട്രെയിൻ പിടിച്ച് പോരുക എന്നുള്ളതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ സതീഷ് ഏട്ടനും റെക്കോർഡിച്ച ശ്രീതും കൂടെ പറഞ്ഞു ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. അപ്പോൾ ശരി, അവർ സ്നേഹം കൊണ്ട് പറഞ്ഞാട്ടോ, വേറെ ട്രാപ്പൊന്നുമല്ല. നേരെ ശ്രീ മൂവീസിൻ്റെ ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിക്കുകയാണ്. ഞാനാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, ഈ സീരിയൽ ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിൽ സൈക്കിൾ ഔട്ട് പഠിച്ച പോലെയാണ്. ഇനി നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഓടിക്കാം, മാർക്കറ്റിനുള്ളിൽ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡബിങ് ഡെയിലി ഡബിങ് ആയിട്ട് നമ്മൾ തന്നെ സ്വയം പരീക്ഷണം നടത്തും. ഏത് ഇപ്പോൾ ഒരു സീൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കായംകുളം കൊച്ചുണ്ടെങ്കിലും മണിക്കൂട്ടൻ അഭിനയിച്ച ഒരു സീൻ, ഈ സീൻ നമ്മൾ ഒരു തവണയെങ്കിലും കണ്ടിട്ട് വേണ്ട ലിപ്പിൽ ഡബ് ചെയ്യാനായിട്ട്. ഇല്ല, ഇത് 700 എപ്പിസോഡൊക്കെ ആയപ്പോൾ അയാളുടെ മീറ്റർ എനിക്ക് മനസ്സിലായിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല പല സീനിലും. അത് നമ്മൾ തന്നെ പഠിക്കുന്നതാണ്. അതായത് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് മാത്രം നോക്കിയിട്ട് ഒറ്റ ഡയലോഗ് നോക്കും, ഓക്കെ റെഡി ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഡബ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത്രയും കാണാതെ ഡബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഗുഡ് മോർണിംഗ് മാഡത്തിന് 45 ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എങ്ങനെ ഇറങ്ങി പോരായിരിക്കും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പോവാണ്. ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഞാൻ ഡബിങ് മറന്നു പോയെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോകണം ഇവിടെ വന്നിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടി പിടിച്ച് നീ തിരിച്ചു വരും, കാരണം എൻ്റെ കോൺഫിഡൻസ് ആവും പോയിന്നാണ് ഞാൻ പറയണം. അപ്പം ഞാൻ ഈ വിവരം തന്നെ അവരോട് പറഞ്ഞേക്കുന്നത്, എൻ്റെ അമ്മ വരെ പറഞ്ഞു പോയി പോകുന്നുള്ള, ഞാൻ പോവാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ചെന്തുപറ്റി, അതായത് ഇതേ പ്രശ്നം കൊണ്ട് ഇതിപ്പോൾ 4ാമത്തെ ആളാണ് മാറുന്നത്. അപ്പോഴാണ് എനിക്കിത് അറിയുന്നത്. എൻ്റെ വിചാരം എൻ്റെ വോയിസ് സെലക്ട് ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അല്ല, ആക്ച്വലി ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സീരിയലിലും ശരത്തുണ്ടല്ലോ, വലിയ ആക്ടർ, ശരത്ത് ഡബ് ചെയ്തതാണ്. പിന്നെ നന്ദു എന്ന് പറയുന്ന നമ്മുടെ ഞാൻ ഗന്ധർവല്ല ഗന്ധർവനെ ഡബ് ചെയ്ത നന്ദു ചേട്ടൻ ഡബ് ചെയ്തതാണ്. അങ്ങനെ നമുക്കറിയാവുന്ന കുറേ പേര് ഈ പൊസിഷനിൽ ഈ ഇട്ടിട്ട് പോയിട്ടുള്ള സംഗതിയാണ്. ഞാനും കറക്റ്റ് ആ ടൈം. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ വീട് ഹരിപ്പാടാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണം, വീട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് കുറേ ദിവസങ്ങളായി, ഇത് ഈ അവസ്ഥ കൊണ്ട് തീരുന്നില്ല ഈ പടം, ഇതും കൂടെ കഴിഞ്ഞാലേ തീരത്തുള്ളൂ, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് തീർത്തിട്ട് പോകണം. അതങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കാരണം ഇനിയിപ്പോൾ പടം തീരാതിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യാം, പക്ഷെ ഒറ്റ കാര്യം, മൊത്തം ഞാനങ്ങ് നമുക്കങ്ങ് ചെയ്യാം, മൊത്തം നമുക്കങ്ങ് ചെയ്തിട്ട് അദ്ദേഹം വന്ന് കേട്ടോട്ടെ, അദ്ദേഹം വന്ന് കേട്ടിട്ട് എന്തെല്ലാം കറക്ഷൻ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകണം, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായി? ഒരു ഗുഡ് മോർണിംഗ് മാഡത്തിലൊക്കെ സ്റ്റക്കായി കിടക്കുവാണ്, നമുക്ക് മൊത്തം അങ്ങ് തീർക്കാം. എന്നിട്ട് പുള്ളി വന്ന് കേട്ടിട്ട് എവിടെയൊക്കെ കറക്ഷൻ പറഞ്ഞോ അതൊക്കെ ഞാൻ ചെയ്യാം. അപ്പം നമുക്കറിയാലോ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ആ ഒരു ഡീലിലാണ് വീണ്ടും ആര്യ ഡബിങ് തുടങ്ങുന്നത്.
അങ്ങനെ 2 ദിവസം കൂടി എടുത്തു. മൊത്തം 3 ദിവസത്തെ ഡബിങ് ആയിരുന്നു. 3 days കൊണ്ടാണ് ആര്യ ഡബിങ് തീർക്കുന്നത്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എൻ്റെ വോയിസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോകത്തിന് എവിടെ പോയാലും നമ്മളൊരു ഹലോ ഗുഡ് ഈവനിങ് എന്നോ ഹലോ ഗുഡ് മോർണിംഗ് എന്നോ പറയുമ്പോൾ വേറെ കൂടുതലൊന്നും പറയേണ്ടി വരാറില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനോ അല്ലെ ലിറിസിസ്റ്റോ ഒക്കെ അല്ലെങ്കിൽ ആഡ് ഫിലിം മേക്കറോ ഒക്കെ ആയിട്ടുള്ള ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റു ചില മേൽവിലാസങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഞാൻ ആസ്വദിക്കുന്ന ഇതാണ് ശബ്ദം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അന്നത് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഈ 10-20 പടം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലുവിന് വേണ്ടി ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്നിട്ട് ആ ചെറിയ പയ്യൻ നിന്ന് ഇന്ന് ഭയങ്കര ഒരു ഹീറോ ആണ്, ടോപ്പ് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത്രയും റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന മറ്റൊരാളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അയാളുടെ പെർഫോമൻസ്. അപ്പൊ കൂടെ നിങ്ങളും വളരുകയാണ്. ഇതിനകത്തൊരു ട്രാപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതിനകത്തൊന്നും മാറാൻ പറ്റില്ല, അവർക്കത് മാറ്റാനും പറ്റില്ല. അതൊരു ചില സമയത്ത് അതൊരു സ്വാതന്ത്ര്യക്കുറവായിട്ട് തോന്നുന്നു. അതേ പക്ഷെ അത് ആസ്വദിക്കുന്നുണ്ടോ? ഞാനത് ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇന്നലെ രാത്രിയാണ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. 10 ദിവസം ആസിഫ് അലിയെ വെച്ചിട്ട് അവിടെ ഒരു തുടർച്ചയായിട്ടുള്ള ഷൂട്ടായിരുന്നു, പരസ്യങ്ങളുടെ ഷൂട്ടായിരുന്നു സൗദിയുടെ പല ഭാഗത്ത്. അപ്പോൾ ഞാൻ ആ ഷൂട്ട് ഞാൻ 2 മാസം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. ഈ സൗദിയിലെ ഷൂട്ട് 2 മാസം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ പുഷ്പ എന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നീണ്ടു പോകും. അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, സൗദിയിൽ ഒരു ഷൂട്ടുണ്ട്, അതെനിക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. സൗദിയിൽ മറ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് പ്രൊഫഷണലി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. മാത്രമല്ല അവരുണ്ടെങ്കിൽ തന്നെ കണ്ടന്റ് കൊടുത്തു വിടില്ല. കണ്ടന്റ് അവിടെ നിന്ന് സുകുമാർ സാറിന്റെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക് കൊടുത്തു വിട്ടിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള ബ്രേക്കില്ലേ, ആ ബ്രേക്കിന് പോലും ഹാർഡ് ഡിസ്ക് ഊരി കൈപ്പിടിക്കും. മനസ്സിലായി? അങ്ങനെ വേണം. നമ്മൾ സിനിമയെ അത്ര ഗൗരവമായിട്ടാണ് കാണുന്നത്. ഒരു സീൻ പോലും അവരില്ലാതെ കാണിക്കില്ല. അവരുടെ ഒരു ആളില്ലാതെ റെപ്രസെന്റേറ്റീവ് ഇല്ലാതെ ഒരു സീൻ പോലും അവർ നമ്മളെ കാണിക്കില്ല. ടീ ബ്രേക്കിന് പോലും ഊരിയെടുക്കും. അപ്പോൾ ഈ അവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്നെ വെച്ച് തുടങ്ങിക്കും. എന്നിട്ട് നമുക്കൊരു 10, 15, 20 ദിവസം എടുത്ത് തീർക്കാന്ന്. പക്ഷെ സൗദി പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാട്ടോ ഞാൻ ഈ വളച്ചേട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർ മാക്സിമം ഇവിടുത്തെ സതീഷും ഒക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഈ ഫോർ എന്റർടൈൻമെന്റ്സ് മുകേഷ് സാറ്, പിന്നെ അല്ലുവിന്റെ കൂടെയുള്ള സായി ഗോപാൽ സാർ, ഇവരെല്ലാവരും ഈ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുന്ന സീൻസ് എനിക്ക് അയച്ചു തരികയും ഞാൻ അന്നന്ന് ഡബ് ചെയ്യുകയും 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുതൽ ഒരു ദിവസം ഡബ് ചെയ്തിട്ടില്ല ഈ പടം പുഷ്പ 2. പക്ഷെ 10 ദിവസത്തോളം ഡബ് ചെയ്തു. അങ്ങനെ 3 മണിക്കൂർ വെച്ചിട്ട് 10-12 ദിവസം ഡബ് ചെയ്തു. എന്നാലും ചില സീനുകളൊക്കെ കറക്ഷൻ സിസ്റ്റം പോലെ വന്നു. 2 സീൻ ഉണ്ടായിരുന്നതിന്റെ ഡയലോഗ്സ് ഒന്നാക്കി മാറ്റി, വെട്ടിയിടയ്ക്ക്. അപ്പൊ വീണ്ടും ഡബ് ചെയ്യണം. പാട്ടിനിടയ്ക്ക് ചില ഡയലോഗ്സ് ഉണ്ട്, അത് അങ്ങനെ തീർത്തു. അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ കേൾക്കാൻ എനിക്ക് വോയിസ് മെസ്സേജ്. ദേവിശ്രീ പ്രസാദ് പറഞ്ഞു, മറ്റേ സീനിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഒരു പാട്ടായിട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പൊ അതൊരു പാട്ടായിട്ട് അല്ലു പാടി, നല്ല രസമുണ്ട്, അല്ലു പാടിയത് നിങ്ങൾക്ക് അയച്ചു തരാം, ഇത് കേട്ടിട്ട് ഇതുപോലെ മലയാളത്തിൽ പാടണം. ഞാൻ പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിലാണ്, അപ്പോൾ വേറെ മാർഗമില്ലല്ലോ. പിന്നെ എന്ത് പറയാൻ, അവിടെ നിന്ന് ഒരു മൈക്കൊക്കെ മേടിച്ച് കിട്ടാവുന്ന രീതിയിൽ ഒരു മൈക്ക് മേടിച്ച് ആ മൈക്കിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അതാണ് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആയിരുന്നതുകൊണ്ട് ഇവിടുത്തെ ഫംഗ്ഷനിൽ നിൽക്കാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്നില്ല, അതെനിക്ക് വലിയ മിസ്സായി പോയത്. അവരെന്നോട് ആദ്യമേ 1-ാം തീയതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഷെഡ്യൂളിലെല്ലാം അതനുസരിച്ചാണ് വെച്ചിരുന്നത്. പക്ഷെ പിന്നീട് അവർ പ്രീപോണ്ട് ചെയ്തു 27th അപ്പൊ എന്നെ തലേദിവസം വിളിച്ചിട്ട് അല്ലുവിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു തരണം, അവിടെ ഇല്ല സൗദിയിലാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരണം, അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞുള്ള വീഡിയോ. അപ്പൊ ഞാനത് ചെയ്തു കൊടുക്കുകയും അത് അവർ പ്ലേ ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു ഈ ഇവന്റിനിടയ്ക്ക്. സംസാരിക്കുമ്പോൾ ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ട്, ഒരു ഡയലോഗ്. പുഷ്പയില മതി. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. അതിപ്പോ മാറിയല്ലോ. പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് കരുതിയോ? അല്ല, വൈൽഡ് ഫയർ എന്ന് പറയുന്ന സാധനമാണ്. ഇത്രയും കൂടെ കയറി. ഇപ്രാവശ്യം ട്രെയിലറിൽ വേറെ ഉണ്ടല്ലോ, പുഷ്പ നാഷണൽ അല്ല, ഇന്റർനാഷണൽ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമല്ലേ. മറ്റേ ഇന്ത്യയുടെ ആ ഡയലോഗ് ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. അത് എല്ലാ സ്വാതന്ത്ര്യത്തിനും ഈ സാധനം കയറി വരും. അതിന്റെ കൂടെ ഇപ്പൊ സ്പോർട്സിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ അതിന്റെ സ്പോർട്സിന്റെ ഭാഗങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വരും. അത് സ്ഥിരം അടങ്ങി ആവർത്തിക്കും. നിങ്ങളുടെ വോയിസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സത്യത്തിൽ അല്ലു അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ജിസ് ജോയിയാണ് എന്ന് വെച്ചാൽ അത് കേൾക്കുന്ന സമയത്ത് ഇത് അല്ലു അർജുൻ ആണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് രണ്ടും കൂടെ മേർജ് ആയിട്ടുണ്ട് ഐഡന്റിറ്റി. ഒരു അതിനെ പറ്റിയിട്ട് ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ? ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഐഡന്റിറ്റിയുമായിട്ട് മേർജ് ആവുമ്പോൾ ഇവിടെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട് ജിസിന്. നമ്മൾ അറിയുന്ന ഒരു സംവിധായകൻ ജിസാണ്. ചില സമയം ഇത് ഡബ് ചെയ്താണെന്ന് ചിലർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അല്ലു അർജുന്റെ ശബ്ദമായിട്ടാണ് അവർ കേൾക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല ജിസാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഒരു മെർജിങ് ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നമുക്ക് അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അത് അങ്ങനെ ആയിപ്പോയി. കഴിഞ്ഞ 2007 മുതൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ 2024 എന്ന് പറയുമ്പോൾ 18 വർഷമായിട്ട് എവറി സാറ്റർഡേ സൺഡേ ടി വിയിലുണ്ടല്ലോ. അത് റിപ്പീറ്റ് ആണല്ലോ. അതായത് എല്ലാ ശനിയും ഞായറും ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ വെച്ചോളൂ, അല്ലുവിൻ്റെ ഒരു പടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ നമ്മൾ അതിനകത്ത് ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഇപ്പോൾ ഏതൊരു പടത്തിൽ ഞാനിങ്ങനെ ഫസ്റ്റ് പടം തന്നെ ബൈസൈക്കിൾ തീവ്സിൽ ഒരു ക്യാരക്ടറിന് ഞാനിങ്ങനെ ആലോചിച്ചു, ഡബ് ചെയ്ത് വെച്ചു. ഞാൻ സംവിധാനം ചെയ്ത പടമാണല്ലോ. ഒരു ക്യാരക്ടർ വന്നപ്പോൾ അയാൾക്ക് ഞാൻ ഡബ് ചെയ്ത് വെച്ചു. ആസിഫ് ഡബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എടോ ഇത് മാറ്റണോ, ഇത് മാറ്റണോ, ഇത് വേറെ ആരെങ്കിലും ചെയ്യണോ? അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? എടോ ഇത് മറ്റേ അല്ലു അർജുൻ ഓർമ്മ വരുന്നുള്ളൂ, അത് മാറ്റണോ പ്ലീസ്, താൻ ചെയ്യണ്ട. എൻ്റെ സിനിമയിൽ എൻ്റെ ശബ്ദം മാറ്റിച്ചു, ഞാൻ മാറ്റിയിടാം. അപൂർവരാഗം എന്ന് പറഞ്ഞ പടത്തിൽ മൊത്തം നിഷാന് എൻ്റെ വോയിസ് ആയിരുന്നു. അപ്പോൾ ആസിഫും നിഷാനും രണ്ടുപേരും പുതുമുഖങ്ങളാണല്ലോ ആ പടത്തിൽ, കമ്പാരിറ്റീവ്ലി പുതുമുഖം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ആദ്യമായിട്ട് ഒരു കുറേ നാൾ കൂടിയിട്ട് ഒരു പടത്തിൽ ഹീറോയ്ക്ക് കിട്ടുന്നത് അന്ന് 2010 10-11. അപ്പോൾ മൊത്തം ചെയ്ത് 3 ദിവസത്തെ ഡബിങ് ആയിരുന്നു തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ. സിബി സാർ ഉണ്ടായിരുന്നില്ല, സിബി സാറിന്റെ അസോസിയേറ്റ്സ് ഡബ് ചെയ്യിക്കുന്നത്. സിയാദ് കൊക്ര സാറായിരുന്നു പ്രൊഡ്യൂസർ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് 2 ദിവസം ഡബിങ് കഴിയുന്നു. ഇനി 3 സീനും കൂടെ കഴിഞ്ഞാൽ സിനിമ കഴിയും. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സിബി മലയിൽ സാറിന്റെ പടത്തിൽ ഹീറോയ്ക്ക് വോയിസ് എന്ന് പറയുന്നത്. അങ്ങനെ 3-ാം ദിവസം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തീരും. രാവിലെ 8 മണിക്ക് തുടങ്ങി 11 മണിക്ക് തീരും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ സിബി സാറ് കയറി വരുന്നുണ്ട്. ബാക്കിൽ കൺസോളിൽ അദ്ദേഹമുണ്ട്. അപ്പം എന്നോട് മൈക്ക് വെക്കിട്ട് 1 സെക്കൻഡേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ വരുമ്പോൾ കുറച്ച് സംസാരിക്കാൻ ടൈം എടുക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും മിണ്ടാതിരിക്കുന്നു. മൊബൈലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അരമണിക്കൂറായിട്ടും തുടങ്ങുന്നില്ല. അവർ സീൻസ് ഇട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. എന്തോ കറക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഓഫ് കോഴ്സ് ഡയറക്ടർ വന്ന് കാണുമ്പോൾ കറക്ഷൻ. കുറച്ച് സിബി സാറ് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. താനാണോ ആ തെലുങ്കിലെ നടന്, അന്ന് അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ടില്ല, തെലുങ്കിലെ നടന് ശബ്ദം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. ഷോ, അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റേണ്ടി വരും, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ വന്ന് കേട്ടപ്പോഴാണ് ഈ പെട്ടെന്ന് എനിക്ക് അപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ശബ്ദം അങ്ങനെ വരുമ്പോഴേ. അപ്പോൾ അത് ഈ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി ബാധിക്കും. ഞാനിങ്ങനെ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ വേണ്ട, ഒന്നും വിചാരിക്കരുത്, നമ്മൾ വേറെ ആരെങ്കിലും വെച്ച് ട്രൈ ചെയ്തോളാം. അപ്പം ഞാനിങ്ങനെ പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അന്ന് ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. 2011 എന്ന് പറയും. 2006 മുതലാണ് ആഡ് ഫിലിംസ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, മറ്റൊരു ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ പെടും, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അതായത് ഡബ് കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിച്ചിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 2000 മുതൽ 2006 വരെ ഡബിങ് അല്ലാതെ വേറെ ജോലിയൊന്നുമില്ല. അതിനിടയ്ക്ക് ആങ്കറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ചാനൽ ആങ്കറിംഗും പരിപാടിയൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാലും റെഗുലർ ഇൻകം എന്ന് പറയുന്ന പരിപാടിയില്ല. അപ്പം അത് ഇങ്ങനെ ഒരു ജോലി സൈഡിൽ കൂടെ ഒരു ആഡ് ഫിലിം മേക്കിങ്ങോ മറ്റെന്തെങ്കിലോ ഞാൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ ഈ റീസൺ കൊണ്ട്. നിങ്ങൾ അപ്പോൾ അത് പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ തൊഴിലിനോട് കാണുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പുലർത്തുന്ന ഒരു സത്യസന്ധത കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചു. അതെ, അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആഡ് ഫിലിംസിൽ നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഹിറ്റ് ആവുന്നു. അല്ല, സിനിമകൾ അന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പം അപൂർവരാഗത്തിൽ എന്നെ തിയേറ്ററിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഞാൻ ബൈസൈക്കിൾ ദിവസം ചെയ്തിട്ടില്ല. സിനിമ ഡയറക്ടർ ആകുമെന്ന് പോലും അറിയില്ലല്ലോ. അല്ല, ഞാൻ ഇന്നത്തെ കാര്യം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഓക്കെയാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വളരെ മധുരമാണ് ഇതൊക്കെ. അന്ന് അതല്ലല്ലോ, മുന്നോട്ട് എന്താ കിടക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അന്ന് അത് വലിയ ടെൻഷനാണ് നമുക്ക്. ഇത് ശരി, ഇതെന്താ ഇങ്ങനെ പോകുന്നതെന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. കാരണം നമ്മൾ അന്ന് ഡബിങ്ങിന് അത്രയേറെ സാധ്യതയുണ്ടല്ലോ. നമുക്കറിയാം, അന്നും അറിയാം ഈ ലൈവ് സൗണ്ട് എന്നൊരു സംവിധാനം വരാൻ പോകുന്നുണ്ടെന്നും ഡബിങ്ങിന് ചിലപ്പോൾ ഒരു 20 വർഷത്തിനപ്പുറം സ്കോപ്പ് ഉണ്ടാവില്ലെന്നൊക്കെ അറിയാം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നമുക്കിപ്പോ ഡബ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ പണ്ട് സിനിമയില് വില്ലന്മാരുടെ ശബ്ദമായിരുന്നു ഏറ്റവും നല്ല ശബ്ദം. അതെ. അപ്പൊ അത് ദേവാസുരത്തിലെ നെപ്പോളിയനൊക്കെ നോക്കി അറിയാം. വില്ലന്മാരുടെ സ്വരം ഭയങ്കര പരുക്കൻ, നല്ല ഭയങ്കര മാൻലി വോയിസ് ആയിരിക്കും. ഇനി ഏഴക്കരയിൽ ആർക്കെങ്കിലും നീ പായ വിരിക്കുന്നെങ്കിൽ അത് ഈ ശേഖരനായിരിക്കണം എന്നൊക്കെ പറഞ്ഞോ. ഇങ്ങനത്തെ വോയിസ് നിൽക്കുകയാണല്ലോ. കാലങ്ങളായിട്ട് സിനിമയിൽ അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ വില്ലൻ ഇങ്ങനെ പ്രത്യേകിച്ച് സ്വരമൊന്നുമില്ല, ആരുടെ സ്വരം വില്ലൻ ആവാം, എത്ര ഫീബിളായ വോയിസും ആകാം എന്നൊക്കെ പറയുന്ന സൗണ്ട് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവറിലേക്ക് സൗണ്ട് ഡിസൈനും സൗണ്ടിങ്ങും ഡബിങ്ങും ഒക്കെ എത്തിച്ചേർന്നല്ലോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡബ് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജിസിന്റെ ഐഡന്റിറ്റി ഒരു സൈഡിൽ വളർന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ ഐഡന്റിറ്റി കുറച്ചൊരു ബാധിച്ചേനെ, പ്രശ്നമായി മാറിയേനെ. കുറച്ചല്ലെന്നേ, നന്നായിട്ട് ബാധിക്കില്ലേ. അതായത് അല്ലു അർജുന് വേണ്ടി മാത്രമല്ലേ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ ഇപ്പോഴും ഞാൻ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ആസിഫ് സ്നേഹിക്കുന്ന പെൺകുട്ടി, ആസിഫ് ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഒരു കോൾ വരുന്നു, ഒരാള് മൂന്നാറിലെ ഊട്ടിയിലെ റൂം ബുക്ക് ചെയ്യണമെന്ന് പറയുന്നു. ആ സീൻ ഓർക്കുന്നു. ആ സീനിൽ അയാൾക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ തന്നെയാണ്, എന്റെ വോയിസ് അത് മാറ്റിയിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ മാറ്റാതിരുന്നതിന്റെ റീസൺ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസിഫ് പറഞ്ഞു, എടോ നമുക്കിത് ഒറ്റ ഷോട്ടിൽ തീർക്കാൻ പറ്റും നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ കട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ പോവാം. അപ്പൊ അപ്പുറത്ത് തലയ്ക്ക് ഫോൺ ചെയ്യുന്ന ആളായിട്ട് താൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലൈവ് ആയിരിക്കും, സ്ക്രിപ്റ്റ് ഇല്ല അതിന്. അപ്പൊ തോന്നുന്നത് എന്താണോ ലൈവ് ആയിരിക്കും. അതിന്റെ ഒരു സുഖം അത് കേൾക്കുമ്പോണ്ട്, ചീത്തവിളിയൊക്കെ അങ്ങോട്ട് അങ്ങനെ അത് ഒറ്റ ടേക്കിന് ഓക്കെ ആയി. അപ്പൊ അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എന്റെ കട്ട്സ് പോയി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ എന്റെ വോയിസ് മാറ്റണ്ട, അതങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ നീ മൈക്കിൽ റെക്കോർഡ് ചെയ്തല്ലേ, അതങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ആ സീനിന്റെ കമന്റ്സ് യൂട്യൂബിൽ വായിക്കുമ്പോൾ അറിയാം, അപ്പുറത്തെ തലയ്ക്ക് അവള് പോയിരിക്കുന്ന അല്ലു അർജുന്റെ കൂടെയാണ്. മനസ്സിലായ? അപ്പുറത്ത് കിടക്കുന്ന വോയിസ് എന്റെയാണ്. അങ്ങനെ വരെ മനസ്സിലാക്കി ഫോണിൽ കറക്റ്റ് ആയിട്ട്. പക്ഷെ ആ സീൻ നല്ലതായിരുന്നു, നല്ല സീൻ. നല്ല രസമുള്ള സാർ. നിങ്ങൾ ഈ ഫീൽ ഗുഡ് മൂവീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തലവൻ അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത്, ബൈസിക്കിൾ തീവ്സ് ഒരു തരത്തിൽ അങ്ങനെയല്ല. ബാക്കി പടങ്ങളൊക്കെ വിജയിച്ച പടങ്ങളുടെ സമവാക്യം വെച്ചിട്ടാണ്. വിജയ് സൂപ്പർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്, സൺഡേ ഹോളിഡേ മനസ്സിലേക്ക് കയറിയതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ലേബിൾ വരുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിസ്റ്റോയി അങ്ങനെയൊക്കെ മതി, ഇത് ഇങ്ങനെ മതി. ഈ പറയും പോലെ എല്ലാവരും ട്രോളുന്ന ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ഈ ഫസ്റ്റിന്റെ തന്നെ അവസാനിപ്പിച്ചു പോകുമായിരുന്നു. എല്ലാവരും പരസ്പരം പറഞ്ഞു വൈരമൊക്കെ അവസാനിച്ചു പോയ സെക്കൻഡ് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് ട്രോള് പോലെ. അങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു ജിസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ലൈഫില് പേഴ്സണൽ ലൈഫ് നോക്കിയാൽ ഞാൻ അങ്ങനെ തന്നെയാണ്. പേഴ്സണൽ ലൈഫിൽ എൻ്റെ സിനിമകൾ ഒരുപക്ഷെ സൺഡേ ഹോളിഡേയിലോ അല്ലെങ്കിൽ വിജയ് സൂപ്പറിലോ ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പുലർത്തുന്നതോ വിശ്വസിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീനിയേട്ടൻ ആ സിനിമയിൽ നടക്കുന്ന ഒരു നടപ്പുണ്ട്, കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പ്. അത് ഞാനെന്നല്ല, ഈ അന്ന് സ്ട്രഗിൾ ചെയ്യുന്ന താരതമ്യേന ന്യൂ കമേഴ്സ് എന്ന് പറയാവുന്ന എല്ലാവരും, റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നടന്നിട്ടുള്ള നടപ്പാണത്. അതുകൊണ്ട് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ആളുകളുടെ കോൾസും മെസ്സേജുകളും ആയിരുന്നു അറിയും. ആ ശ്രീനിയേട്ടന്റെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വല്ലാണ്ട്. ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സംഭവം, സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ ഇപ്പോൾ സീരിയൽ കില്ലറിന്റെ കഥ, ഞാൻ ഇന്ന് വരെ സീരിയൽ കില്ലർ അങ്ങനെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി അല്ലേ, ആളുകളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ തലവനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. പക്ഷെ മറ്റേത് കുറെ കൂടെ ഇപ്പൊ അതിലിപ്പോൾ എന്നെ ട്രോളുന്ന ഡയലോഗ്സ്, എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ചു എല്ലാവരും. അപ്പം തലേദിവസം രാത്രി ഇരുന്ന് ആ വീടിൻ്റെ പടിക്കൽ, അവനവൻ്റെ വീടിൻ്റെ പടിക്കൽ ഇരുന്ന് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് പാടിയതിൻ്റെ പേരിൽ അപ്പുറത്തെ വീട്ടിലെ കരമന സുധീർ ഇപ്പുറത്തേക്ക് മതിലിയാടി വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ, ആസിഫ് പോയി നല്ല ഇടിയാക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യ നോക്കിയിട്ടുണ്ട്, അമ്മ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ നെക്സ്റ്റ് ആ സീനിന്റെ സൊല്യൂഷൻ വേണമല്ലോ. കാരണം ഇനി 3 സീൻ കഴിഞ്ഞ് ഇതേ മനുഷ്യൻ ആസിഫിന്റെ കയ്യിൽ അയാൾ കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പണം സമ്പത്ത് മുഴുവൻ കൊടുക്കണം. ഏത് ഇന്ന് രാത്രി അടിയുണ്ടാക്കിയവരാ പരസ്പരം, ഒരു കാരണമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ. അയാൾ 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത്, വിശ്വസിച്ച് കൊടുക്കാനൊരു ആളുടെ മുഖം ആലോചിച്ചപ്പോൾ നിന്റേതല്ലാതെ മറ്റാരുടെയും മുഖം വന്നില്ല, ഇതോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് സംഭവിക്കണം. ആ കോംപ്രമൈസ് ഒരിക്കലും ആസിഫിന്റെ ക്യാരക്ടർ അവിടെ പോയി ചെയ്യില്ല, അയാൾ ഇവിടെ ഒന്നും ചെയ്യില്ല. അവിടെ ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ലളിത ചേച്ചി കുറച്ച് അച്ചപ്പവും കുഴലപ്പവും കായവറുത്തും ഉപ്പേരിയൊക്കെ ആയിട്ട് വന്നിട്ട് കവറിൽ വേറെ ഒന്നുമില്ലല്ലോ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് അപ്പൻ
ശുദ്ധനായിരുന്നു. പാർട്ട്ണർ നന്നായിട്ട് അങ്ങ് പറ്റിച്ചു കളഞ്ഞു. താമസിച്ചിരുന്ന വീട് വരെ പോയി. ഇപ്പൊ പള്ളിക്കാർ ഏറ്റെടുത്തു. പക്ഷെ എന്തെങ്കിലും ഞങ്ങളെ തിരിച്ചു മേടിക്കണമെന്നാണ് പള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുണ്ട്. ആള് ഉള്ളുകൊണ്ട് പാവാ. എതിരെ നിൽക്കുന്നവനുള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാവരും പാവങ്ങളാ അവനെ. ഈ സാധനത്തിലേക്കാണ് അത് വന്നു ചേരുന്നത്. അതിന്റെ നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആസിഫ് റോട്ടിൽ കൂടെ പോകുന്നു. അയാള് അവിടെ ഓട്ടോറിക്ഷയുമായി റോഡ് സൈഡിലുണ്ട്. ആസിഫ് നേരെ പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. പള്ളിങ്ങ് നോക്കിയിരിക്കുന്നു. പറയും എനിക്കറിയാം എൻ്റെ കുഴപ്പമാണ്, എനിക്കിട്ട് രണ്ട് പൊട്ടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം മാറുമെങ്കിൽ എന്നെ തല്ലിക്കുക, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഡയലോഗുണ്ട്. നീ എന്താ പറഞ്ഞാൽ നിന്റെ കുഴപ്പമാണെന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നിന്റെ മുട്ടിന് നേരെ കാല് കാണത്തില്ലായിരുന്നു. കുഴപ്പം എൻ്റെയാണെന്ന് എനിക്കറിയാം. എന്നിട്ടാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അവിടെ ഒരു എന്താ പറയുക, ഒരു ലൈഫിന്റെ ബോണ്ടിങ് ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. അല്ലാണ്ട് ഞാനിത് വേറെ വേൾഡിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് പോകുമ്പോഴും ഫുട്ബോൾ ടൂർണമെന്റിന് പോകുമ്പോഴും അയൽ പ്രശ്നങ്ങൾ കാണുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കോംപ്രമൈസും വലിയ വഴക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ നിസ്സാരം ചെറിയൊരു നോട്ടം കൊണ്ട് പോലും ഇടറി പോകുന്നതും കരഞ്ഞു പോകുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, അത് സിനിമയിലൂടെ കാണിക്കുക. അത് നമ്മൾ എല്ലാവരും ഒരു ഫോർമാറ്റിൽ തന്നെ പടം എടുത്താൽ എന്താ കാര്യം അല്ലേ? അപ്പൊ നമുക്കറിയാലോ ഇവിടെ എന്തുകൊണ്ട് സത്യനന്ദിക്കാട് സാറിന് ഇങ്ങനൊരു സ്പേസ്, അല്ലെങ്കിൽ ബാലചന്ദ്ര മേനോന് ഇങ്ങനൊരു സ്പേസ്, ഫാസിൽ സാറിന് എന്താ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായത്? ആളുകളുടെ ഉള്ളിൽ നന്മയുണ്ടെന്നേ. ഈ നന്മ കാണാനും ഒക്കെ ആൾക്കാർക്ക് ഒരു റിലേറ്റബിലിറ്റി വരുമല്ലോ അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ 2002 ഇറങ്ങുന്നത്. മീശമാധവന്റെ ജോലി എന്താ? മീശമാധവൻ ചക്ക മോഷ്ടിക്കും, കിണ്ടി മോഷ്ടിച്ച് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും, ഇവിടുത്തെ വലിയ വട്ടക എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും, ഇവിടുത്തെ ചെമ്പൂരിൽ എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളീനെ നാട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വാർക്കപ്പണിക്ക് പോയാൽ 500 രൂപ കിട്ടും. 2002 നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, കൂലിപ്പണിക്ക് പോയാൽ 400 രൂപ കിട്ടും. ആ 400 രൂപ കിട്ടുന്നതിന് പകരം അദ്ദേഹം ഒരു കൂലിപ്പണിക്കും പോവാതെ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ സാധനം. പക്ഷെ നമുക്ക് അയാൾ ഇഷ്ടമാണ്. അതാണ് സിനിമയുടെ മാജിക്. ഇപ്പൊ കളിക്കളം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക കൊള്ളയടിക്കാൻ നടക്കുന്ന ആളാ. ആ കൊള്ളക്കാരനെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ നായകനാ അല്ലേ? പേഴ്സ് പോക്കറ്റ് അടിക്കുന്നവൻ ഹീറോ ആണെങ്കിൽ അവനെ നമുക്ക് ഇഷ്ടമാണ്. ജീവിതത്തിൽ ഇഷ്ടമല്ല. ജീവിതത്തിൽ നമ്മുടെ ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ അത് കോംപ്രമൈസ് ചെയ്യാനോ വിട്ടുവീഴ്ച ചെയ്യാനോ അങ്ങനെ ഒരുത്തം വരുമ്പോൾ അവൻ കള്ളൻ എന്ന് പറഞ്ഞ് മാറ്റി എടുത്തു. പക്ഷെ സിനിമയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടം. പെട്ടെന്ന് ഒരുത്തിന് കാശ് കിട്ടുന്ന കാണാൻ ഇഷ്ടമാണ്. ഇല്ലേ? ലക്കി ഭാസ്കർ കാണുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ലക്കി ഭാസ്കർ ഞാൻ ഇന്നലെ കണ്ടത്. ലക്കി ഭാസ്കർ അതാ പറഞ്ഞ. അപ്പൊ നമുക്ക് എവിടേക്കോ നമുക്ക് ആവാൻ പറ്റാത്തത് മറ്റേ ഈ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോ ആയിന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചതും ആ സിനിമകളിലൂടെ. പക്ഷെ പിന്നീട് ഈ സിനിമയുടെ ഒരു ഫോർമാറ്റ് മാറുകയും സിനിമ പണ്ട് ഒരു സിനിമ കണ്ടിട്ട് വന്നാൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു കലിങ്ങിന്റെ മുകളിലിരുന്ന് ഉണ്ടാവുന്ന ചർച്ച അല്ലേ? കൂട്ടുകാരെ കൂടെ കലിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ആ കിരീടം കണ്ടറാ, നീ കണ്ടോ? കണ്ടു. എന്താ? ഭയങ്കര അതെ, ആ തിലകന്റെ അഭിനയം ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നത് നമ്മൾ രാവിലെ 4 മണി. ഇപ്പൊ പുഷ്പ 4 മണിക്ക് ഷോ, 7 മണിയാകുമ്പോൾ റിവ്യൂ, 7:30 റിവ്യൂ വരും. ഈ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റബിൾ ആകരുത് എന്നൊരു ആഗ്രഹമുണ്ട്. പ്രഡിക്റ്റബിൾ ആകരുത്. അതായത് നിങ്ങളെന്ന ഡയറക്ടറെ ഒരാൾ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ജിസ് ജോയിയുടെ പടത്തിൽ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു നന്മയിൽ അവസാനിക്കും. അത് പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മാറിയത്. അതുകൊണ്ട് ഇന്നലെ വരെ മുതൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇന്നലെ വരെ മുതൽ തലവൻ വരുമ്പോൾ കംപ്ലീറ്റ് മാറി. കാരണം അത് ഞാൻ മനസ്സിലാക്കി. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടിയില്ല. നമ്മൾ ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ ഇനി വീണ്ടും ചിലപ്പോൾ തിരിച്ചും ബ്രേക്ക് ചെയ്യാം വരാം. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, പ്രഡിക്റ്റബിൾ ആവരുത്. നമ്മുടെ സിനിമയുടെ അടുത്ത സീൻ ആൾക്കാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. സൺഡേ ഹോളിഡേ വിജയ് സൂപ്രം വെച്ച് ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. കാരണം എന്താ അറിയോ, 100 ദിവസം ഓടിയ സിനിമ വെച്ചിട്ട് അവരെന്നെ ട്രോൾ ചെയ്യുന്നത്, പൊട്ടി പടം വെച്ചിട്ടല്ല. ആ ട്രോൾ ഇനി വന്നാലും ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കും. പോസിറ്റീവ് ട്രോളാണ്. എന്ത് പറഞ്ഞാലും ആസ്വദിക്കത്തേ ഉള്ളത്. അതല്ല, അത് പക്ഷെ പറയുന്നവരും പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വന്നിട്ട് പറയും, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണും പറയും, നിങ്ങളുടെ മറ്റേ ട്രോള് കണ്ടില്ലേ, എന്ത് തോന്നുന്നു അത് കാണുമ്പോൾ ഇതൊക്കെ ചോദിക്കും. അപ്പൊ അവരുടെ വിചാരം നമുക്കത് കാണുമ്പോൾ സങ്കടം വന്ന ഈ എതിരെ നിൽക്കുന്നതിനുള്ളെന്ന് അറിയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? സിദ്ദിഖിന്റെ ഒരു 10 ട്രോള് പറഞ്ഞ, അല്ലെങ്കിൽ 5 ട്രോള് പറ, ഈ വയലാർ എഴുതൂ ഇതുപോലെ എന്നുള്ള സാധനം അല്ലേ ഫസ്റ്റ് വരുന്ന സാധനം. അപ്പൊ അതെന്താ പറയാത്ത അല്ലേ? ബൈസിക്കിൾ ദിവസം എത്ര പേരാണ് പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ പോകുമ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. രാജു വർഗീസ് ഒന്നുമില്ല, സാർ
മീറ്ററിലേക്ക് ഒന്ന് നോക്കണം സാർ. ഇല്ല കുഴപ്പം, നിങ്ങൾ അടിച്ചു സാർ. അങ്ങനെ പറയരുത്. ചില ആൾക്കാരുണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചില്ല എന്ന് പറഞ്ഞു മീറ്ററിലേക്ക് നോക്കണം സാർ. കുഴപ്പമില്ലടോ, താൻ അടിച്ചോ. അടിക്കുന്നത് കുമാര് നേരെ മീറ്റർ ഓടുന്നുണ്ട്, അടിക്കുന്നത് നേരെ ക്യാനിലേക്കാണ്, കന്നാസിലേക്ക് അടിക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലത്തെ നമ്മളതൊന്നും എവിടെയും കണ്ട് ചൂണ്ടിയ സീൻസ് അല്ലല്ലോ, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയതല്ല എന്ന് പറയുന്ന പോലെ. എഴുത്തിന്റെ കാര്യത്തില് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മാത്രമല്ല, ശരിക്കും പാട്ടുകള് മഴപാടും കുളിരായി വന്നതാരോ ഇവനോ അത് ഇവളോ എന്ന് പാടുമ്പോ ജിസ് അവിടെയും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട്, ദീപക് ദേവിന്റെ കൂടെ ചേരുമ്പോ ഭയങ്കര രസമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വരികളിലാണ് തുടങ്ങുക. പിന്നെ ഒരു ഹുക്ക് ലൈൻ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോ വിനായകനെ ശരിക്കും ടി പി ശാസ്ത്രമംഗലം വിമർശിക്കുന്ന സാഹചര്യത്തില് പുതിയ കാലത്തിലെ പാട്ടെഴുത്തൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് പല്ലവി അനുപല്ലവി എന്നൊക്കെ പറഞ്ഞ് പൊക്കോണ്ടിരുന്നത് ഇപ്പൊ ഹുക്ക് ലൈൻസിലാണ്. ഇപ്പൊ ജിസിന്റെയും പാട്ടുകളിൽ ഹുക്ക് ലൈൻസ് ഭയങ്കര രസമാണ്. അപ്പോൾ ദീപക് അങ്ങനെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രിൻസും അതേപോലെ തന്നെ ഹുക്ക് ലൈൻസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാട്ടുകളിലൊക്കെ ഹുക്ക് ലൈൻസ് ഹിറ്റാണ്. ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ജിസിന്റെ പാട്ടുകളിൽ ഹുക്ക് ലൈൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുപല്ലവി ആയിരിക്കും കൂടുതൽ ഹിറ്റ് ആവുന്നത്. എഴുതുന്ന സമയത്ത് ജിസ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ആഗ്രഹിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദീപകിനെ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ, ദീപക് ദേവിനെ, ദീപക് എൻ്റെ നൈബറാണ്. എൻ്റെ അതേ സ്ഥലത്താണ് ദീപക് താമസിക്കുന്നത്. ദീപക് ഓഫ് കോഴ്സ് കുറേ നാൾ US ദുബായിലുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം എറണാകുളത്ത് ജീവിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ദീപകിന്റെ ഒരു ഫ്ലോറ് മുകളിൽ, താഴെ ഹരിശ്രീ അശോകന്റെ വീട്, ദീപക് ദേവിന്റെ വീട്, മുകളിൽ ആദർശിക്കയുടെ വീട്. ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു 3 നിലയുള്ള ഫ്ലാറ്റിലാണ് അവർ താമസിച്ചിട്ടുള്ളത്. ദീപകിനെ ഞാൻ കൂടെ കാണും. അപ്പൊ അങ്ങനെ ഈ ബൈസൈക്കിൾ ദിവസം ആയപ്പോൾ ഞാൻ നേരെ ദീപകിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദീപക് ഈ മ്യൂസിക് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പൊ ദീപക്, ഞാൻ ഇമ്മീഡിയറ്റ്ലി പ്രതീക്ഷിക്കുന്നത് പിന്നെന്താടാ ചെയ്യാം ഇങ്ങനെ പറയുന്നുള്ളതാണ്. ദീപകിനോട് ഇങ്ങനെ ചോദിച്ചു, കഥയൊന്ന് കേൾക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചു സീരിയസ്ലി? പുള്ളി പറഞ്ഞു, കഥ ഞാനിങ്ങനെ കുറച്ച് സെലക്റ്റീവ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ, കഥയൊന്നും കേട്ടിട്ട്. കാരണം ഒന്ന് ദീപക് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ശരി, ഞാൻ കഥ പറയുന്നുണ്ട്. അവന്റെ ഫ്ലാറ്റിലിരുന്ന് അങ്ങനെ കഥ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, നമുക്കത് അതുപോലെ മ്യൂസിക്കലി ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, കൊള്ളാം, എനിക്ക് വർക്ക് ചെയ്യാൻ മാത്രമുണ്ട്. പാട്ടുകൾക്ക് 2 പാട്ടിന് സ്കോപ്പുണ്ട്. ഓക്കെ, യാ. അപ്പം ഞാൻ പറഞ്ഞു, ദീപക് എനിക്ക് ഇപ്പം ദീപകിൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നിള നിള നദിയെ എന്നുള്ള പാട്ട് വരും, സ്വയംവര ചന്ദ്രി എന്നുള്ള പാട്ട് വരും, കരളെ കരളൻ്റെ കരളെ വരും, പറയാതെ അറിയാതെ നീ പോയതല്ലേ, സോന സോന നീ 1-ാം നമ്പർ. പല വേരിയൻസിലെ പാട്ടുകളാണ്, പല ജോണറിലെ പല പ്രൊഫൈലിലെ പാട്ടുകളാണ്. അപ്പൊ ദീപക് എനിക്ക് എപ്പോഴും ഒരു വെള്ളം പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ സിനിമയ്ക്ക് എന്ത് പ്രതലമാണോ ആവശ്യം, പുള്ളി അത് ആയിത്തീരും. അതുകൊണ്ടാണ് ദീപകിന്റെ ചിലപ്പോൾ സിനിമ ഫ്ലോപ്പായ പടങ്ങളിലെ പാട്ടുകൾ പോലും നമ്മൾ ഓർത്തിരിക്കുന്നത്. ഫ്ലോപ്പ് പടത്തിലെ പാട്ട് പോലും ഭയങ്കര അടിപൊളി പാട്ടുകളായിരിക്കും. ഞാൻ ദീപക്, ഇപ്പൊ ഞാൻ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലേ, മൊഴികളും മൗനങ്ങളും, ഞാൻ പറഞ്ഞ മാതിരി ഇതേപോലെ നാളെ എൻ്റെ പടത്തിലെ പാട്ടുകളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാട്ടുകളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കണം. ഇതാണ് എൻ്റെ മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ മിനിമം എനിക്കത് വേണം. അതായത് ഈ പടം 10 വർഷം കഴിഞ്ഞാലും നമ്മുടെ പാട്ടിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കണം. പടം വിജയിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നാട്ടുകാരുടെ കയ്യിലും ദൈവത്തിൻ്റെ കയ്യിലും ഇരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് അതിൽ സന്തോഷമായി. അങ്ങനെയാണ് ഈ പുഞ്ചിരി തഞ്ചും എന്ന് പറയുന്ന പാട്ട്, ശങ്കർ മഹാദേവൻ. ആ പാട്ടിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ സിനിമകളിൽ 10-25ഓളം പാട്ടുകൾ മൊത്തം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലാകെ ഒരു പാട്ട് പുറത്തുള്ള ഒരാൾ എഴുതിയിരിക്കുന്നത് ഈ പാട്ടാണ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂരി. പിന്നെയാണ് എല്ലാ പാട്ടും നമ്മൾ തന്നെയാണ്. അപ്പൊ അതെ, ഈ സിനിമയുടെ 11 വർഷം പൂർത്തിയായ ദിവസമാണ് കഴിഞ്ഞ 29-ാം തീയതി സിനിമ ഇറങ്ങിയിട്ട് 11 വർഷമായി. അപ്പോൾ സൗദി അറേബ്യയിലെ പ്രോഗ്രാമിന് രമ്യ നമ്പീശനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ രമ്യേൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രമ്യ എൻ്റെ പടത്തിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഇപ്പോൾ പാന്തയായിട്ട് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ രമ്യ നമ്പീശനാണ് മേലെ വാനിലെ കിളികളായി എന്നുള്ള പാട്ട് രവീന്ദ്ര മാസ്റ്റർ മകനും രമ്യ നമ്പീശനും കൂടി ചേർന്നാ പാടിയിരിക്കുന്നത്. അപ്പൊ രമ്യ, ഞാൻ ആ റെക്കോർഡിങ്ങിന് ഇല്ലായിരുന്നു. ആ പാട്ടിന്റെ റെക്കോർഡിങ് ചെന്നൈയിലായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷന്റെ തിരക്കായതുകൊണ്ട് ഞാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ രമ്യ എന്നോട് പറയാണ്, ചേട്ടാ ആ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് പുറകിൽ ഒരു കഥയുണ്ട്. ഞാൻ ചെന്തു പറ്റി, നല്ല ദീപാവലി ടൈമിനാണ് ആ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വരി പാടുമ്പോൾ പടക്കം പൊട്ടും, നിർത്തും. അതായത് പടക്കം പൊട്ടലുകളുടെ ഗ്യാപ്പിനിടയിലാണ് റെക്കോർഡിങ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട് ഈ മേലേവാന്റെ കിളികൾ എന്ന് പറയുന്നത്. എത്രയോ നേരം കൊണ്ടാണ് അത്രയും പൂർത്തിയാക്കിയത്. ഈ ആർട്ടിസ്റ്റുകൾ പാട്ട് പാടുന്നത്, ഇപ്പം അപർണ ബാലമുരളിയാണ് മഴപാടും പാടിയത്. അത് അതിനു മുമ്പ് പാട്ടുകൾ പാടിയിട്ടുണ്ട് അയാള്. അപ്പൊ അതുകൊണ്ട് ചൂസ് ചെയ്തതാണോ, അതേ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട്? എങ്ങനെയാണ് ജിസ്? ഉറപ്പായിട്ടും അപർണ അല്ലായിരുന്നു ആ പടത്തിൽ അഭിനയിക്കുന്നെങ്കിൽ
ഉറപ്പായിട്ട് അപർണ ആയിരിക്കില്ല ആ പാട്ട് പാടുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിക്കുക പോലും ഇല്ലല്ലോ. ചിലപ്പോൾ അത് മറ്റാരെങ്കിലും തന്നെ ആയിരിക്കും. ഇത് ഓഫ് കോഴ്സ് അപർണയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്, അപ്പോൾ അപർണ സിംഗറും കൂടിയാണ്. പിന്നെ ദീപക് ദേവിന് പൊതുവെ ഇത്തരം കാര്യങ്ങളോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തലവനില് ഈ പാട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ദീപകിന് കുറേ ആൾക്കാരുടെ പേര് പറയുന്നു. അപ്പോൾ നാളെ മറ്റന്നുള്ള റെക്കോർഡിംഗ് നടക്കും. അപ്പോൾ പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, ദീപകെ ആ പാട്ട് നമുക്ക് കട്ടിയുള്ള ശബ്ദത്തിൽ ആരെങ്കിലും കൊണ്ട് പാടിക്കാൻ പറ്റുമോ? ഭയങ്കര കട്ടിയുള്ള ശബ്ദം. അപ്പോൾ പുള്ളി ചോദിച്ചു, എടാ അങ്ങനെ പറയുമ്പോൾ ആരാ? ഞാനിപ്പോൾ ദാസേട്ടൻ പാടുന്നില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പൊ ദാസേട്ടൻ വന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ലജ്ജാവതി എന്നുള്ള പാട്ട് വന്നപ്പോൾ നമ്മളതുവരെ കേൾക്കാത്ത ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു വോയിസ് വന്നതുപോലെ അങ്ങനെ ആരെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദീപക്ക് അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് വിളിച്ചിട്ട്, എടോ നമ്മുടെ പടത്തിലെ ഹീറോയെക്കാളും കട്ടിയുള്ള വോയിസ് മലയാള സിനിമയിൽ ആർക്കുമില്ലല്ലോ, ബിജു മേനോൻ. ബിജു അതിനേക്കാളും വലിയ വോയിസ് ഏതാ? അത് മതി, അത് ഉഗ്രനായിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ നേരെ ബിജുവേട്ടൻ വിളിക്കുകയും ആ പാട്ട് കാണുന്നതും കേൾക്കുന്നതും എന്ന് പറഞ്ഞ പാട്ട് ബിജുവേട്ടൻ പാടുന്നത്. അപ്പൊ അങ്ങനെ ദീപക്കിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എപ്പോഴും അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ എപ്പോഴും കേൾക്കാത്ത ഒരാളുടെ പേര് നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതിനോടൊരു ആഭിമുഖ്യമുണ്ട്. അയാളെ വെച്ച് അന്നപ്പൻ അയാളെ വെച്ച് ചെയ്യിക്കാം എന്ന് പറയണം. നിങ്ങളുടെ സോഫ്റ്റ് പാട്ടുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു ടാസ്ക് ഉണ്ട്, ഡീകോഡ് ചെയ്ത് തരണം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം, കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തെറ്റ് പറയുന്നതിൽ ശരിയാണ്. അതെ. പിന്നെയുള്ള വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോക്തിയായോ, തുലോം തുച്ചോ മോഹിച്ചല്ലോ. ഞാൻ തുലോം തുച്ചോം, ഓക്കെ, തുലോം നമ്മുടെ വാക്കാണ്. തുച്ചോം എന്ന് പറയുന്നത് വേണമെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാം. അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അർത്ഥമില്ലല്ലോ എന്തർത്ഥം? അതായത് ആ പാട്ട് ഇങ്ങനെ നമ്മള് ദീപക് ഏതൊക്കെയോ പാട്ടുകൾ നമ്മൾ ടിപ്പിക്കൽ ആദ്യം നമ്മൾ ഏതെങ്കിലും പാട്ട് വാങ്ങിച്ചിട്ട് റീമിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അന്നങ്ങനെ ട്രെൻഡ് ഉണ്ടായല്ലോ. ഇപ്പൊ ഒരു എന്നൊക്കെ പറഞ്ഞ പോലെ അതായിരുന്നു ദീപകിന്റെ ഐഡിയ. അപ്പൊ ഞാൻ പറഞ്ഞ മച്ചാനെ നമുക്ക് ടോട്ടലി വേറൊരു പരിപാടി മാറ്റി പിടിച്ചാലോ? അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ടോട്ടലി ഈ റീമിക്സ് അല്ലാത്തൊരു പരിപാടി പിടിച്ചാലോ? അപ്പൊ എനിക്കും ക്ലാരിറ്റി ഇല്ല, ദീപക്കിനും ക്ലാരിറ്റി ഇല്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ദീപകിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ട് എന്തോ ഒരു പൊട്ടത്തരം പാടി, ഒരു കണക്ഷനും ഇല്ലാത്ത വാക്കുകൾ വെച്ചിട്ട് ജിബ്രിഷ് അങ്ങനത്തെ ഒരു 20 സെക്കൻഡ് ദീപക് ഒറ്റ ചിരിച്ചിട്ട് ഒന്നും കൂടെ പാടി എന്നിട്ട് റെക്കോർഡിങ്ങിന് ഇട്ടു. ചുമ്മാ വൈൽഡായിട്ട് വൈൽഡായിട്ട് ഞാൻ പാടി. എന്നിട്ട് പുള്ളി കുറെ നേരം ചിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ ടോപ്പിക്ക് വിട്ടു. പിറ്റേ ദിവസം എന്നെ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്, ജിസ ഞാൻ ആ റെക്കോർഡ് ചെയ്ത സാധനം വീട്ടിൽ പിള്ളേരെയും വൈഫിനെയും കേൾപ്പിച്ചു. അവര് ചിരിയോട് ചിരിയായിരുന്നു. ഇത് വർക്കാണ്. മറ്റു പാട്ടുകൾ ഹിറ്റാവുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇത് ഹിറ്റായിരിക്കും, 100% ഹിറ്റായിരിക്കും. സോ ഈ ഇപ്പൊ പറഞ്ഞില്ലേ അതുപോലത്തെ വാക്കുകൾ വെച്ച് മാത്രം ഒരു കുറെ സാധനം തന്നെ എഴുതിക്കൊണ്ടുപോവാം. അപ്പൊ ഞാൻ നിൽക്കാനെ വെറുതെ എഴുതാൻ പറ്റില്ല, ട്യൂൺ തന്നാൽ എഴുതാൻ പോകും. അങ്ങനെ ദീപക് അതുകൊണ്ട് ട്യൂൺ തന്നു. ഞാൻ വീട്ടിൽ പോയിരുന്ന് എഴുതി. അത് പിറ്റേ ദിവസം ഒന്നും മാറ്റിയിട്ടില്ല, ആ പാട്ടിൽ വരികളിലത്ത് ഒന്നും മാറ്റിയിട്ടില്ല. അതിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് അൻവർ സാദത്ത് അത് പാടിയിരുന്നത് ഭയങ്കര റെക്കോർഡിങ് അടിപൊളിയായിരുന്നു. പക്ഷെ അതില് തുലോം തുച്ഛവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തുലോം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. എന്നെ അനുപല്ലവി ഒക്കെ അങ്ങനത്തെ സാധനങ്ങളിലാണ്. എന്താണ് റിപ്പബ്ലിക് ഡേയും നീയും ഒരു ഹോളി ഡേ ഇൻ അർമാദമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമല്ലേ ഈ ഹുക്ക് ലൈൻസിനെ കുറിച്ച് പറയുമ്പോഴേ? എല്ലാത്തിലും ഇപ്പം ഒരു നോക്ക് കാണുവാനല്ലേ, അലയും ഒരു കാറ്റിൻ ഇതളുകളായി, ആ സാധനമാണ് കാർത്തിക് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സജിനി എന്ന് പറയുന്ന പാട്ടില് പകലുകൾ തീരാതെ പുതുമഴ തോരാതെ എന്ന് പറയുന്ന സാധനമില്ലേ, അതാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഹുക്ക് ലൈൻസിന്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ സിനിമകൾക്കൊക്കെ ഹുക്ക് ലൈൻസ് വേണം. പക്ഷെ ഇത് ഇങ്ങനെ ഹിറ്റ് ആവും എന്നുള്ളത് ഇപ്പം ഇവരൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ദീപക് ആണ് അത് ആദ്യം പറയുന്നത് കേട്ടോ. അതിപ്പോ ദൂരെ ദൂരെ വിണ്ണിലെ മണി താഴെ വന്നോ, മഴ പാടും തുടങ്ങുന്ന ഹുക്ക് അതാണല്ലോ. അപ്പോൾ ഹുക്കുകൾ എപ്പോഴും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാട്ട് കുറെ കൂടെ ക്യാച്ച് ചെയ്യാനും, ഒന്നും നടന്നില്ലെങ്കിൽ ഒരു അവരോഹണം ഭയങ്കരമായിട്ട് നടക്കുമല്ലോ. ഒക്കെ ഇങ്ങനെ നിൽക്കുകയും അങ്ങനെ ഒരു സംഭവമുണ്ട്. ദൂരെ ദൂരെ വിണ്ണിലെ പറയുമ്പോഴൊരു രസമുള്ള ഓർമ്മ എന്ന് പറയുന്നത്, ഇത് നമ്മള് തലശ്ശേരി മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ ആ പ്രദേശത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ക്യാമറാമാനോട് പറഞ്ഞു, അലക്സ് ആണ് ക്യാമറ, ഞാൻ പറഞ്ഞു എനിക്കൊരു ഭയങ്കര ഒരു മാജസ്റ്റിക് വ്യൂ ആണ്, വളരെ മാജസ്റ്റിക് വ്യൂ എന്നൊക്കെ പറയില്ലേ, അതായത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുന്ന അത്രയും ഗ്രാൻഡിയർ ആയിട്ടുള്ള വ്യൂ, ആ വ്യൂവിലേക്ക് നടന്നു പോകുന്ന നായകനും നായികയും
അവരുടെ ബാക്ക് ഷോട്ടിലായിരിക്കണം ഈ ദൂരെ അവിടെ കട്ട്സ് പാടില്ല, ഒറ്റ ഷോട്ടിങ്ങിനെ വെച്ചിട്ട് ഇങ്ങനെ പോകണം. ആ പുള്ളി പറഞ്ഞു, വേണോ ചേട്ടാ നമ്മൾ നിൽക്കുന്നത് ആഗ്രയിലോ താജ്മഹലിന്റെ മുമ്പിലോ അല്ല, അങ്ങനെ മജസ്റ്റിക് വ്യൂ വേണം, മുഴുപ്പിലങ്ങാടി ബീച്ചിൽ വേണം എന്ന് പറയുമ്പോൾ ഞാനിത് എന്ത് മജസ്റ്റിക് വ്യൂ ചെയ്യാനാണ്? അപ്പൊ ഞാൻ പറയടാ, സൺസെറ്റ് ഒരു മജസ്റ്റിക് വ്യൂ അല്ലേ? ഞാനൊരു സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നീ ഞാൻ അങ്ങനെ കാണുള്ളൂ, അല്ലെങ്കിൽ സൺറൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുള്ളൂ. മജസ്റ്റിക് വ്യൂ എന്ന് പറയുമ്പോൾ ആ മജസ്റ്റിക്കലി അത് ഷൂട്ട് ചെയ്യണം. അപ്പൊ സൺസെറ്റ് എന്നുള്ള സാധനം ഫിക്സ് ചെയ്തു. സൺസെറ്റിലാണ് ഒരു പാട്ട് തുടങ്ങണത് കേട്ടോ, ആലോചിക്കണം. ഈ പ്രധാനപ്പെട്ട ലവ് സോങ് തുടങ്ങുന്നത് സൺസെറ്റിലാണ്. ആസിഫും അപർണയും ഇങ്ങനെ നടന്നു പോകണം. അപ്പൊ അതിന് നടന്നു പോകാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണല്ലോ. അങ്ങനെ കുറേ സ്ഥലം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ നടന്നിട്ട് ഒരു വഴി എന്നെ കൊണ്ട് കാണിച്ചു. വലിയ വീതിയൊന്നുമില്ല, ഈ മുറിയുടെ വീതിയുടെ പകുതിയുള്ളൂ. വീതി കുറഞ്ഞ രണ്ട് സൈഡും ഈ ചെത്തുകല്ല് കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഒരു വഴി. ആ വഴി, പക്ഷെ ഈ വഴി ഇങ്ങനെ നടന്നാൽ നേരെ കടലാണ്, സീംലെസ് കടലാണ്. അത് ബെഡ് ഇട്ട പോലെ കടൽ ഇങ്ങനെ കിടക്കുക, അറ്റം കാണാൻ വയ്യ. അവിടെ സൺസെറ്റിന്റെ സമയത്ത് കറക്റ്റ് പോയാൽ ഈ രണ്ട് വഴിയുടെ നടുക്ക് കടല്, അതിന്റെ അറ്റത്ത് മറ്റേ സൂര്യാസ്തമയം. ഭയമനം അത് പൊളിക്കും. നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു 3.5 മണിക്ക് തന്നെ പോയിട്ട് അവിടെ സെറ്റ് ആവാം, എടുത്തേക്കാം. ഞാനും അപർണയും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. അപ്പൊ ഇതാണ് വഴി. ഓക്കെ, ഇത് മതില്, ഇതും മതില്. ഈ മതിലിനോട് ചേർന്നൊരു 20-25 സെന്റുകളുടെ സ്ഥലത്ത് നല്ലൊരു വീടുണ്ട്, ഒരു പഴയ വാർക്ക വീടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഷടാ ഈ വാർക്ക വീട്ടുകാരുടെ ഭാഗ്യം. കാരണം എന്താ, നമ്മൾ റിസോർട്ടിലൊക്കെ പോയിട്ട് വേണ്ട ഇങ്ങനെ വ്യൂ കാണണമെങ്കിൽ, നമ്മളൊക്കെ വല്ലപ്പോഴും അല്ലേ കാണാറുള്ളൂ. ഇവര് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എണീക്കുമ്പോഴേ കാണുന്നതല്ലേ. അതായത് ഇവരുടെ വീടിന്റെ പുറകിൽ കടലാ, വേറെ ഒരു തടസ്സങ്ങളും ഇല്ല, നേരെ കടലാണ് ഇവരുടെ ഒരു മതിൽ എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ അങ്കിളും ആൻറ്റിയും പുറത്ത് നിൽപ്പുണ്ട്. അപ്പം അങ്കിളും ആൻറ്റിയും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, അകത്ത് കയറി മേക്കപ്പ് ചെയ്തോ, ഇത് ഈ വീട് ഉപയോഗിച്ചോളൂ. അപ്പൊ നമുക്ക് സന്തോഷമായി. കാരണം കൊള്ളാം, അന്ന് ക്യാരവണൊന്നും അങ്ങോട്ട് കയറൂല. അപ്പൊ ശരി, ഞാനും ആസിഫും അപർണയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറിയിരുന്നു. അപ്പൊ അങ്കിളോടും ആന്റിയോടും കുറേ നേരം സംസാരിക്കുന്നു. അപ്പൊ അങ്കിളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങക്ക് ഒരു മോൻ ഇപ്പൊ എറണാകുളത്താണ്. അവൻ ഈ മ്യൂസിക് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ്. അവൻ ചോദിച്ചു, എന്താ പേര്? അവൻ ഇപ്പോ ദീപക് ദേവിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പേര്? സുഷിൻ ശ്യാം. സുഷിൻ ശ്യാമിന്റെ വീടാണ്. അയ്യോ, ഞാൻ ഇപ്പോഴും ഞാൻ ആ പാട്ട് കാണുമ്പോൾ ആലോചിക്കും, എടാ ഇവൻ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ്ലി ഒരാളാകും. കാരണം അങ്ങനെ ഒരു വീട്ടിൽ അല്ലാത്തൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ആയിപ്പോവും. അത്ര രസമുള്ള ടച്ച് വിട്ട് മാഷാഅല്ലാ, എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അത്ര രസമുള്ളൊരു വീടും അത്ര രസമുള്ളൊരു ആംബിയൻസും ആണ്. ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ ഈ പുഷ്പ 2 കണ്ടിട്ടുള്ള ഒരാളാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത്. അത് വേറെ ലെവലല്ലേ. നമ്മൾ കാണുന്നതിന് മുമ്പ് ഈ സാധനം നമ്മൾ ഇപ്പോ കാത്തിരിക്കുകയാണ്. അപ്പോ പുഷ്പ 2 കണ്ടിട്ട് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ചോദിക്കില്ല, ഞാൻ ഒരു സീനും ചോദിക്കുന്നില്ല, ചോദിച്ചാലും പറയില്ല. പക്ഷെ അടിപൊളിയായിരിക്കില്ലേ? അടിപൊളിയായിരിക്കും. അതായത് മാസാണ്, ഭയങ്കര മാസാ പടം. ഞാനപ്പോൾ അതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാനത് ഡബിങ് കഴിഞ്ഞപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വീഡിയോ കൂടി ഇന്ന് പോസ്റ്റ് ചെയ്യാനുണ്ട്, ഫൈനൽ ചെയ്ത് തീർന്നു എന്ന് പറയുന്ന സാധനം കൂടെ. സംഭവം മാസാണ്, വളരെ വലിയ മാസ് പടമാണ്. അവര് പുഷ്പ 1 ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ക്യാൻവാസും ഇത്തവണ കുറെ കൂടെ ഇമോഷൻസും കൂടെ ഉണ്ട്. കുറച്ചും കൂടെ ഇമോഷണൽ, കുറച്ചും കൂടെ ഫാമിലി ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും രജനീഷ്, നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരുമിച്ച് കണ്ടാലേ നമുക്കത് മനസ്സിലാവും. നമ്മൾ റീൽ വൈസ് ആണ് കാണുന്നത്. ഇങ്ങനെ ഓരോ റീൽ, ഇപ്പൊ 9 റീലുണ്ട് പടം. 9 റീലിൽ ഡ്യൂറേഷൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു 3.25-3.5 മണിക്കൂറുണ്ട് പടം. ആ ലെങ്ത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് അത് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ കാണാമല്ലോ. 9 റീലാണ് പടം. ഇപ്പൊ ഞങ്ങളുടെ തലവൻ എന്നൊക്കെ പറഞ്ഞ പടം 6 റീലായിരുന്നു. സോ ഓഫ് കോഴ്സ് ലെങ്ത് ഉള്ള പടമാണ്. പക്ഷെ ആ ലെങ്ത്തിനൊപ്പിച്ചുള്ള മേക്കിങ്ങും അത്രയും പണിയെടുത്തിട്ടുണ്ട് അവര്. പിന്നെ പുഷ്പ 1 ഹിറ്റ് ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ എപ്പോ സ്ക്രീനിലേക്ക് നോക്കിയാലും 1000 പേര് സ്ക്രീനിലുണ്ട്. എപ്പോ നോക്കിയാലും 1000 പേര് മിനിമം സ്ക്രീനിലുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. വീടിന്റെ അകം കാണിച്ചാൽ പോലും ഒരു 10-250 പേര് വീടിനകത്ത് ബാക്കിലുണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആ സ്കെയിലാണ് ചെയ്തിരിക്കുന്നത്. ആൾക്കാരെ കാണിച്ചുകൊണ്ട് മാസമാവണം എന്നല്ലോ ഞാൻ പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് പിന്നെ പാട്ടുകൾ ഭയങ്കര രസമായിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ട്, ഒരു 15 മിനിറ്റുള്ള ഒരു ഇടിയുണ്ട്. 15 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് കൂടുതലുണ്ട്. ഓള് എൻ്റെ ദൈവമേ, അമ്മാതിരി ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത. ഞാൻ പറയണത്, ഞാൻ അങ്ങനെ ഇടിയുടെ ഒരു വലിയ ആരാധകരൊന്നുമല്ല. ആക്ഷൻ സീൻസ് ഇഷ്ടമാണ്, പക്ഷെ അതല്ല ആക്ഷൻ സീൻ ഉള്ളതുകൊണ്ട് പോയി കണ്ടേക്കാം എന്ന് വിചാരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ തന്നെ ഒരു തവണ കണ്ടിട്ട് ഒന്നും കൂടി ഇട്ടേന്ന് പറഞ്ഞു. കാരണം അതും കണ്ടിറങ്ങിയ നമുക്ക് വല്ലാത്തൊരു ഒന്നൊന്നര രീതിയാണ്.
അപ്പൊ അങ്ങനെ ജിസ് പറയാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു ലെങ്തി ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് അല വൈകുണ്ഠ പുരുളു എന്ന് പറഞ്ഞ പടത്തിലെ ഡയലോഗ് തോന്നുന്നു. ബിക്കോസ് അതിനകത്ത് കുറെ കൂടെ ഇങ്ങനെ ഫിലോസഫീസ്, പൊതുവെ ത്രിവിക്രം സാറിന്റെ പടത്തിലൊക്കെ അങ്ങനെ ഫിലോസഫി ഡയലോഗിൽ ഇടയ്ക്ക് വന്നു ചേരാറുണ്ട്. അതിനകത്ത് ഈ ഡയലോഗ് ഇങ്ങനെയാണ്: കാശിനോട് ആർത്തിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ എഴുന്നേറ്റ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നേടുന്നതാണോ വിട്ടുകളയുന്നതാണോ വലുതെന്ന്. രാവണൻ സീതയെ പിടിച്ചുകൊണ്ടുപോയി, പക്ഷെ രാമന്റെ കൈകൊണ്ട് മരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നല്ലോ. കൗരവര് ചൂതിൽ ജയിച്ചെങ്കിലും കുരുക്ഷേത്രത്തിൽ തോറ്റുപോയി. ചൂതിൽ തോറ്റിരുന്നെങ്കിൽ ബ്രദേഴ്സൊക്കെ കൂടെ പാർട്ടിയൊക്കെ നടത്തി രാജ്യം നന്നായിട്ട് ഭരിക്കുമായിരുന്നു. ചില സമയത്ത് നേടുന്നതിനേക്കാൾ നല്ലത് വിട്ടുകൊടുക്കുന്നതാണ്, ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ ഡയലോഗ്സ് ഉണ്ടാവുമല്ലേ ചില സിനിമകളിലൊക്കെ. ഇപ്പൊ എത്ര പടമായി ശരിക്കും? എനിക്ക് തോന്നുന്നു 20 തോന്നുന്നു. പുഷ്പ 2 എന്ന് പറയുമ്പോൾ 20 പടം തോന്നുന്നു. ഇതിനിടയ്ക്ക് ഛത്രപതിയില് പ്രഭാസിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർക്ക് രവി തേജയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പ്രഭാസിന് കൊടുത്തിട്ടുണ്ട്. ഛത്രപതി പ്രഭാസിനെയാണ്. ഇതൊരു നമ്മുടെ മേഖല, തൊഴിൽ മേഖലയായിരുന്നല്ലോ, ജോലി ഇന്ന ആളെന്ന്. ഇപ്പൊ നമുക്ക് പ്രഭാസോ ആരാന്ന് വെച്ചാൽ, പക്ഷെ സന്തോഷമുള്ള കാര്യം നമ്മൾ ഇവരുടെയൊക്കെ തുടക്കത്തിൽ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവര് ചെയ്തിരുന്നൊരു പടങ്ങളുടെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഒരു ഡബിങ് തിയേറ്ററിൽ ഒരു ഇൻസിഡന്റ് കാണുന്നു, അത് ഞാൻ ഓർത്തിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ പ്രഭാസ് എന്ന് പറയുമ്പോഴും ഛത്രപതി എന്ന് പറയുമ്പോഴും ഒക്കെ എനിക്ക് ആ നടന്ന സ്റ്റുഡിയോ, അപ്പൊ ഈ ചില സിനിമകളെ കുറിച്ച് പറയും. ഇപ്പൊ ഛത്രപതിയുടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് പാരഡൈസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോ ഇപ്പം ഇല്ല. മണപ്പാട്ടി പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോ ഇപ്പം ഇല്ല. അപ്പോൾ അവിടെയാണ് ഡബിങ്. അപ്പോൾ ഛത്രപതിയുടെ ഡബിങ് ഇങ്ങനെ നടന്ന് ഞാനിങ്ങനെ ജസ്റ്റ് വാഷ്റൂമിൽ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മാള അരവിന്ദൻ ചേട്ടൻ മറ്റേ ഫുൾ മുടിയൊക്കെ ഇങ്ങനെ അറിയാലോ, പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആകെ 3-4 പ്രാവശ്യം പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പുള്ളിക്ക് നമുക്ക് പരസ്പരം അറിയാം. എന്താടാ ഇവിടെ? ഞാൻ പറഞ്ഞു അകത്ത് ഡബിങ് ആണ്. ആർക്ക്? ഛത്രപതി എന്ന് പറഞ്ഞ പടമാണ്. ഛത്രപതി ശിവജി ആണോടാ? ഞാൻ പറഞ്ഞു അല്ല, ഇത് വേറെ ഏത് നടന. നീ ഇവിടെ ഇരിക്കേ, ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോവാം. അപ്പൊ ഞാനിങ്ങനെ പുള്ളിയുടെ കൂടെ ഇരിക്കുകയാണ്. പുള്ളി വേറെ ഏതോ പടത്തിന്റെ ഡബിങ്ങിന് വന്നിരിക്കുകയാണ്. 2 സ്റ്റുഡിയോ ആണ്. ഇപ്പുറത്തെ സ്റ്റുഡിയോയിൽ പുള്ളി ഡബ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പുള്ളിയോട് എന്നിട്ട് കഴിയാറായോ? ചേട്ടാ വൈകുന്നേരം വരെ പോകും ചേട്ടാ. എടാ നീ ഇന്നാൾ കണ്ടപ്പോൾ എന്നെ ഒരു പരസ്യത്തിന് വിളിച്ചില്ലേ? പിന്നെ എന്ത് പറ്റി? പിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ ആ പരസ്യം പിന്നെ നടന്നില്ല ചേട്ടാ, അത് നടക്കാതിരുന്നോണ്ടാ പിന്നെ വിളിക്കായിരുന്നു. നീ വെറുതെ കൊതിപ്പിച്ചു. നീ ഒത്തിരി പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അവനുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പരസ്യത്തിന് പറ്റുന്ന ഒരു ഉഗ്ര സാധനമുണ്ട്, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാളച്ചേട്ടനൊക്കെ വൻ മിസ്സിംഗ് ആണ് മലയാള സിനിമയിൽ. കാരണം വെച്ചാലേ മാളച്ചേട്ടനൊക്കെ വെറുതെ നോക്കിയിരുന്ന് നമ്മൾ ചിരിക്കും. സംസാരിക്കുമ്പോൾ ഈ പുരികൊക്കെ എങ്ങനെയാവും, പ്രത്യേക ലുക്കാണ്. അപ്പോൾ ഞാൻ മാളച്ചേട്ടാ പറ. എടാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോണം, ഒറ്റ വാചകമാണ് ഞാൻ പറയട്ടാ. മൊത്തം ബിൽഡപ്പ് പറഞ്ഞു. സൈലൻസ്. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിലൊരു തീപ്പന്തവുമായി സ്വയം കത്തിരിയുന്നവൻ ഞാൻ, കാജ, വീടികളുടെ രാജ. അതെ, മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും. ഞാനൊരു ചിരി തുടങ്ങിയിട്ട്, മറ്റുള്ളവന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിൽ ഒരു തീപ്പന്തവുമായി സ്വയം കത്തിയെരിയുന്നവൻ ഞാൻ, രാജ, ബീഡികളുടെ രാജ. ഇത് എടുത്തോ, നീ എടുത്തോടാ, എടുത്തിട്ട് നീ പരസ്യം ഉണ്ടാക്ക്, എനിക്കൊന്നും തരണ്ട. ഞാൻ പറഞ്ഞതേ ജയേഷ്, ഇതിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സാധനം എന്ന് പറയുന്നത് 2000 ഡബിങ്ങിന് വരുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് 19 വയസ്സ്. ഈ 19 വയസ്സിൽ നമുക്ക് ഇത്തരമുള്ള ലെജൻസ് ഉണ്ടല്ലോ, ഇവരൊക്കെയുള്ള ഒരു സൗഹൃദം. കാരണം ഡെയിലി ഡബിങ് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അതുണ്ടാവും. ഇപ്പൊ നരേന്ദ്രപ്രസാദ് സാറ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെടുമുടി വേണുചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് സംസാരിക്കാതെ വേറെ മാർഗമില്ല, നമ്മളോട് സംസാരിക്കാതെ വേറെ മാർഗമില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വല്ലാതെ ചെറിഷ് ചെയ്തിട്ടുള്ള, ഇപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന മനോഹരമായിട്ടുള്ള
ഒരു ഒരു ഓർമ്മയുണ്ട് എൻ്റെ ആ യൗവനകാലത്ത് എന്ന് പറയുന്നത്. ശരിക്കും ആഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡബിങ് മാത്രമായിരുന്നു അല്ലേ? മാത്രമായിരുന്നു. 2000 മുതൽ 2006 വരെ ഡബിങ് മാത്രമായിരുന്നു. ഓ, ആഡിലേക്ക് എത്തിയതിന് ശേഷമാണ് ശരിക്കുള്ള ഒരു മാറ്റം വരുന്നത്. മാറ്റം എന്ന് വെച്ചാൽ ഈ കാണുന്ന സിനിമയിലേക്കുള്ള ഒരു സിനിമയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ആഡ് ഫിലിം ആണെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വപ്നമില്ലല്ലോ. അതായത് സിനിമാ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ ഈ പറഞ്ഞ സമയത്ത് സിനിമ കൊച്ചിയിലേക്ക് വരുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നേ ഉള്ളൂ. മോസ്റ്റ്ലി ചെന്നൈ തന്നെയാണല്ലോ. അപ്പൊ നമുക്കൊന്നും അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു മേഖലയല്ലല്ലോ. നേരത്തെ സംസാരിച്ചപ്പോൾ ആസിഫ് അലി വെച്ചിട്ട് 10 ആഡുകളും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ആഡുകൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഒരു മിടുക്കുണ്ട്. ഈ പറഞ്ഞ പരിപാടി ഞാൻ ലാൽസാറിനെ വെച്ചും ചെയ്തിട്ടുണ്ട്, ഇത്രയും അധികം ആഡ് ഫിലിംസ്. അപ്പൊ നമുക്ക് ഒന്നതൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി. നമുക്ക് എന്താണ് ചെയ്യാൻ പോണത്, എന്താണ് പറയേണ്ടത്. ഇപ്പോൾ എല്ലാ ആഡ്സിനും ഒരു ഹുക്ക് ഉണ്ടാവും. ആ ഹുക്കായിരിക്കും അതിനെ കച്ചവടത്തിലേക്ക് നയിക്കുന്നത്. ആ ഹുക്ക് ചിലപ്പോൾ അതൊരു വിഷ്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ ചാക്കോച്ചനെ വെച്ച് കഴിഞ്ഞ ദിവസം ആഡ് ഫിലിം ചെയ്തു. അതിൽ ഡയലോഗ്സ് ഒന്നുമില്ല, ഫുൾ ഒറ്റ ഇതാണ്. ഡയലോഗ്സ് കാണാതെ തന്നെ, ഡയലോഗ്സ് കേൾക്കാതെ തന്നെ വിഷ്വൽ ലാംഗ്വേജിൽ മനസ്സിലാക്കേണ്ട ഒരാളാണ്. വിഷ്വൽ ലാംഗ്വേജിലാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അങ്ങനെ ചെയ്യാൻ വളരെ അപൂർവം ക്ലയൻസേ സമ്മതിക്കുള്ളൂ. അപ്പോൾ ചാക്കോച്ചനോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചാക്കോച്ചൻ അത് നമുക്ക് ചെയ്യടാന്ന്. ഫൺ കമ്മീഷനാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാനത് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ഇത് ഓരോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. കൃത്യമായ സ്റ്റോറി ബോർഡൊക്കെ ഉണ്ടാവും, അതെ മനസ്സിലാവും. പണ്ട് സ്റ്റോറി ബോർഡിനെ ആശ്രയിക്കുമായിരുന്നു. പണ്ട് നമ്മള് ഇപ്പോൾ ഒരു 500 ആഡ് ഫിലിംസ് ചെയ്യുന്നവരെ സ്റ്റോറി ബോർഡ് വരച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കൽ ഒരു ഡയറക്ടർക്ക് ഭയങ്കര ഗുണമാണ്. എന്താണെന്നറിയോ, ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ വരയ്ക്കാൻ പറഞ്ഞു കൊടുക്കുന്ന നമ്മളും വരയ്ക്കുന്ന ആർട്ടിസ്റ്റും മാത്രമേ ഉള്ളൂ. ആ ഒരു 3-4 മണിക്കൂർ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ഷോട്ട് ബൈ ഷോട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ക്ലോസ് ഇതിങ്ങനെ, ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ, ഈ സജഷൻ ഇങ്ങനെ, ഈ പ്രൊഫൈൽ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതിങ്ങനെ, ടോപ്പ് ആംഗിൾ ഇങ്ങനെ, മിഡ് ഷോട്ട് ഇങ്ങനെ, ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയെ നമ്മൾ കീറി മുറിക്കുകയാണ്. കീറി മുറിച്ച് കഷ്ണങ്ങളാക്കി 45, 46, 50 കഷ്ണമാക്കുകയാണ്. നമ്മളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇയാൾ വരയ്ക്കുന്നത്. അതുകൊണ്ടുണ്ടായ മെച്ചം എന്താണെന്ന് വെച്ചിട്ട്, ഇപ്പോൾ നമുക്ക് ഏത് സീൻ എപ്പോൾ എടുക്കാൻ പോയാലും ദൈവം സഹായിച്ചു ഇന്നത്തെ അവസ്ഥയാണ്. നാളെ നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് എന്താ ഒന്നും അറിയില്ല. നിലവിൽ നമുക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും പ്ലാൻ ഇയും ഒക്കെ ഉണ്ട്. അത് ഈ സ്റ്റോറി ബോർഡ് വരച്ചതിന്റെ ഗുണമാണ്. ഇത് നടക്കൂലേ, ഓക്കെ അടുത്തത്. അത് വേറെ ആലോചിക്കാൻ സമയം എടുക്കുന്നില്ല. അതിന്റെ കാരണം അത് നമ്മൾ തന്നെ അറിയാതെ സംഭവിച്ചൊരു കാര്യമാണ്. ഈ 500 സ്റ്റോറി ബോർഡ് വരയ്ക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പൊ സ്റ്റോറി ബോർഡ് വരപ്പിക്കാറില്ല. കാരണം ഇപ്പൊ ഈ സ്റ്റോറി ബോർഡ് വരച്ചില്ലെങ്കിലത്തെ മെച്ചം പറഞ്ഞുതരാം. സ്റ്റോറി ബോർഡ് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ലൊക്കേഷനിൽ കഥ നടക്കുന്നതായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഇമാജിൻ ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, സോ വി ആർ ലോക്ക്ഡ്. നമ്മൾ ലോക്കായി മനസ്സുകൊണ്ട് ഈ കഥയെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ വരച്ചപ്പോൾ ജനാല ഇവിടെയായിരുന്നു, ഇപ്പൊ ജനാല അത് അവിടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കൺഫ്യൂഷനായി. അയ്യോ, മൊത്തം ആംഗിൾ പൊളിഞ്ഞല്ലോ. നേരെ മറിച്ച് സ്റ്റോറി ബോർഡ് ഇല്ല, മനസ്സിൽ കംപ്ലീറ്റ് ഉണ്ട്. എന്താണ് എടുക്കേണ്ടതെന്ന് മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് ചെല്ലുമ്പോൾ ഫ്രഷ്, ഓക്കെ, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇംപ്രവൈസ് ചെയ്യാം. കാരണം നമ്മൾ ആരോടും കമ്മിറ്റഡ് അല്ല, നമ്മൾ ബാധ്യതകളില്ല. മറ്റേത് സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ ക്ലയന്റിനെ കാണിച്ച് അപ്രൂവൽ വാങ്ങിച്ച് സീല് വെച്ച് സൈൻ ചെയ്ത് ഇത് തന്നെ എടുത്തു തരണം കേട്ടോ പറഞ്ഞിട്ട് അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് എടുക്കുന്ന വരെ നമുക്കത് ആവശ്യമുള്ളൂ. ഇപ്പൊ എന്നോട് എന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ പയ്യൻ വന്നാൽ ഞാൻ അവനെ കൊണ്ട് അത് ചെയ്യിക്കും. സ്റ്റോറി ബോർഡ് സൈൻ ചെയ്ത് വാങ്ങിക്കും. കാരണം അവനത് എടുത്ത് തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ അവനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ ആയാൽ അവനെ ട്രസ്റ്റ് ചെയ്യാം നമുക്ക് എന്ന് പറയുന്ന പോലെ. പക്ഷെ സ്റ്റോറി ബോർഡ് എൻ്റെ ജീവിതത്തിൽ ഒട്ടും ചെറുതല്ല, അത് ഒരിക്കലും നിഷേധിക്കാനാവാത്ത അത്ര ഉയരത്തിലുള്ള സഹായമാണ് എനിക്ക് സിനിമ ഡയറക്ടർ എന്നുള്ള രീതിയിലും ചെയ്തിരിക്കുന്നത്. ഡയറക്ഷനിൽ നമ്മൾ കഥ പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് ഇത്. ക്ലയൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതിന് വ്യക്തത വരുത്തുക. ജിസ് ഒന്ന് വളർന്നതിന് ശേഷം ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, അവർ ട്രസ്റ്റ് ചെയ്യും. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി വർക്കാക്കി പിന്നെ അത് പുറത്തു വന്നതിന് ശേഷം വർക്കൗട്ട് ആവണമല്ലോ അടുത്ത വർക്കിലേക്ക് പോകാൻ. ഇതൊരു വലിയൊരു സംഗതിയല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഏജൻസി എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ ഒരു ക്ലയന്റ് ഉണ്ടാവും, ഏജൻസി ഉണ്ടാവും. അപ്പൊ ക്ലയന്റിന് ഒരു ഏജൻസി ഉണ്ടാവും. ആ ഏജൻസിയിൽ ഒരു 8 പേര് ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ടീം ഉണ്ടാവും. ആ ക്രിയേറ്റീവ് ടീമിന്റെ ജോലി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ പോയിട്ട് ഞാൻ ഇതാണ് കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റന്നാൾ ഷൂട്ട് ചെയ്ത് അന്ന് പറയില്ല. അവരതിനകത്തുള്ള എല്ലാ കുഴപ്പങ്ങളും ചോദിക്കും. അപ്പൊ ഈ ആഡ് ഫിലിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോ ബാക്കിൽ ഇട്ടിരിക്കുന്ന കേർട്ടൻ ക്ലോത്തിന്റെ മെറ്റീരിയൽ വരെ ഉണ്ടാവണം. വൈ ദാറ്റ് മെറ്റീരിയൽ, വൈ ഈ ചെരുപ്പ്, നിങ്ങൾ ഇട്ടിരിക്കുന്ന പാന്റ് ബേജ് കളറാണ്, വൈ ബേജ് കളർ,
ആ ബേജിനൊപ്പം മെറൂൺ ആണ്. എന്ത് മെറൂൺ കളർ? എന്തുകൊണ്ട് മെറൂൺ കളർ? നിങ്ങൾ ഇരിക്കുന്ന കൗച്ചിന്റെ കളർ മെറൂൺ ആണ്, എന്തുകൊണ്ടാണ് മെറൂൺ കളർ? അതിന് ലോജിക് ഉണ്ടാണോ ആഡ് ഫിലിം? അത്രയും ചോദ്യങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പം പിന്നെ ഇപ്പൊ ഒരു പരസ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ കഴിഞ്ഞിട്ട് മറ്റേ തിരിച്ചു പോകുന്ന ജോലിക്കാരിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ബായ് എന്നുകൊണ്ട് ഇങ്ങനെ പോവും. ബോംബെ ഏജൻസിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പെരുമ്പാവൂർ മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കുള്ളൊരു പാടത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇയാൾ ബായ് എന്നുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇയാള് തമിഴ്നാടനാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം 5:45 ഞാൻ ആ ഷോട്ട് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെറിയ കുഞ്ഞ് കട്ട്സും പ്രൊഡക്റ്റ് ഷോട്ടും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ലൈറ്റെല്ലാം ഇതുപോലെ അടക്കി വെച്ച് പ്രൊഡക്റ്റ് ഷോട്ട് എടുക്കുക. 6:30 ഏജൻസിക്കാരെ വന്നിരിക്കുകയാണ്, ബോംബെക്കാർ, ഹിന്ദിക്കാരാ വന്നിട്ട് പറഞ്ഞു വി ഹാവ് ടു റീഷൂട്ട് ദാറ്റ് ദ പർട്ടിക്കുലർ ഷോട്ട്. വൈ? He has used the left hand. Actually, we are supposed to use the right hand. ഞാൻ പറഞ്ഞു, സാർ, യു ഓൾ പീപ്പിൾ ആർ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ബിഹൈൻഡ് ദ മോണിറ്റർ. നിങ്ങൾ ആ സമയത്ത് പറയാതെ ഇപ്പൊ ലൈറ്റ് പോയി, ഞാൻ എന്ത് ചെയ്യും? വയലെന്ന് ഞാൻ പറഞ്ഞതാണ്. പാടത്തൊക്കെ എങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യും നമ്മള്? ഒരു പാടം ഇങ്ങനെ കിടക്കുകയാണ്. അവര് ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു അത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഈ പറ്റില്ല, ഞങ്ങള് ആൻസർ ചെയ്യണം. ഇത് എന്തറിയോ, നമ്മൾ ഒരു കാര്യം പറ്റില്ല എന്നും പറഞ്ഞ് അവർ അത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അത് വലിയ കുഴപ്പമായി. ഇത് ആക്ച്വലി എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു മാറ്റിയെടുക്കണമെങ്കിൽ ക്രൂ മൊത്തം ഇന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് നാളെ രാവിലെ മാറ്റിയെടുക്കാം. അപ്പോൾ ലൈറ്റ് പോയി. മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇത്ര രൂപയുടെ നഷ്ടമുണ്ട്. ആ നഷ്ടം നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതെന്താ നിങ്ങളല്ലേ ഡയറക്ടർ? ഞാൻ പറഞ്ഞു, ഞാനാണ് ഡയറക്ടർ. സോ നിങ്ങളുടെ ആവശ്യം എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്നത്? നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ സംസാരിച്ച് നിന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സോ ഓഫ് കോഴ്സ് നമുക്ക് നാളെ ചെയ്യാം, ഞാൻ ചെയ്യാൻ റെഡിയാണ്. പെട്ടെന്ന് ഇപ്പോഴും ആ ആഡ് ഓടിക്കുന്നുണ്ട്. ഏതാണ്ട് 8 വർഷം മുമ്പ് ഏത് ആഡാണ്. ഇപ്പോഴും ഞാൻ ആ ഷോട്ട് കാണുമ്പോൾ ആലോചിക്കും. പ്രധാനപ്പെട്ട ആഡുകൾ ഏതൊക്കെയാ ശരിക്കും മനസ്സിലിരിക്കണം? ഒത്തിരി ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ജോൺസ്കോഡി ആണെങ്കിലോ, അല്ലെങ്കിൽ ധാത്രി ആണെങ്കിലോ, അല്ലെങ്കിൽ നിറപറയാണെങ്കിലോ, ഇപ്പോൾ മൈജി ഫോർ എക്സാമ്പിൾ, മോഹൻലാൽ മഞ്ജു ഇപ്പൊ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻവാസിലെന്ന് പറഞ്ഞാൽ മൈജിയുടെ പരസ്യങ്ങളാണ്. മൈജി കാരണം മോഹൻലാലാണ് ഒരു സൈഡിൽ, മഞ്ജു വാര്യറാണ് ഒരു സൈഡിൽ. രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള കമേഴ്ഷ്യൽസ് ആണ് അവരുടെ സീസൺസ് പരസ്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയ പരസ്യം പറഞ്ഞപ്പോൾ മിറ്റ്സുബിഷിയുടെ ഫ്യൂസോ എന്ന് പറഞ്ഞ ട്രക്ക്, അവരുടെ ആഡ് ഫിലിംസ് കുറേ നാൾ നമ്മളാ ചെയ്തുകൊണ്ടിരുന്നത്. ബെൻസിന്റെ ലോറികളും ബസ്സുകളും ഉണ്ടല്ലോ, മെഴ്സിഡസ് ബെൻസിന്റെ, അതിന്റെ 2017 മുതൽ 2021 വരെയുള്ള എല്ലാ ആഡ്സും ഇന്ത്യ മാർക്കറ്റിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഡെയ്മലർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, ചെന്നൈയാണ് ഡീൽ ചെയ്യുന്നത്. അവർ തന്നെയായിരുന്നു മിറ്റ്സുബിഷി മാർക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ആഡ് ചെയ്തു, അത് ഇഷ്ടപ്പെട്ടപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു പരിപാടി. ഇതിന് ഇഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാൾ കൂടുതലേ അവരുടെ റിക്വയർമെന്റ്സിനോട് യെസ് പറയാന്ന് പറയുന്നതാണ്. ചിലപ്പോൾ പറ്റൂലായിരിക്കും. അപ്പം തന്നെ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളോട് ആർക്കും താല്പര്യം തോന്നില്ല. ചില കാര്യം ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ പറയും. നമ്മൾ യെസ് ചെയ്യാം, വിൽ ഡു, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നിട്ട് അവര് തന്നെ മനസ്സിലാക്കണത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ആഡ് ഇഷ്ടപ്പെട്ട ആ ക്ലയന്റ് അവരുടെ എല്ലാ പരിചയത്തിലുള്ളവരെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി. ഈ അല്ലു അർജുൻ സിനിമകളുടെ പാട്ടുകൾ ഇവിടെ കുട്ടികളെ ആകർഷിക്കാറുണ്ട്. പാട്ട് വളരെ ശ്രദ്ധിക്കുന്നതും എഴുതുന്ന ആളായതുകൊണ്ട് അല്ലു അർജുൻ്റെ സിനിമകളുടെ പാട്ടുകൾ ഏതാണ് ഇപ്പോൾ കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത്? എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ പാട്ടുകൾ അധികം കേട്ടിട്ടില്ല. പുഷ്പ 2 പാട്ടുകൾ അധികം കേട്ടിട്ടില്ല. പുഷ്പ 1 പാട്ടുകൾ എനിക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. എല്ലാം അടിപൊളി ഇഷ്ടമാണ്, മറ്റേതും ഇഷ്ടമാണ്. അടിപൊളിയല്ലേ, എല്ലാ പാട്ടും ഇഷ്ടമായിരുന്നു. എല്ലാം ഭയങ്കര രസമല്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ കീഴടക്കിയതല്ലേ. സമീന്ദ്ര പാട്ടാണെങ്കിലും ഊവാൻ ടവാമാവാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മളെ ആകർഷിക്കുന്ന പാട്ടുകളുടെ സ്വഭാവത്തിൽ ഇപ്പോൾ തെലുങ്കിൽ നിന്ന് മാറി മ്യൂസിക് വന്നിട്ട് നമ്മൾ എഴുതുന്ന പാട്ടുകളും ഹിറ്റാവുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയുള്ള വരികൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത് വികലമാണെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ പിള്ളേർ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെയൊക്കെ ബ്രോഡായിട്ട് തുറന്നു വെക്കണ്ടേ? നമ്മുടെ ഭാഷ കുറച്ചുകൂടെ വികസിക്കയില്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോൾ പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചാൽ ആ വാക്ക് ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ അടിപൊളി എന്നുള്ള വാക്ക് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നുള്ള വാക്കൊന്നും 30 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള ആൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലല്ലോ. നമ്മുടെ കാരണവന്മാര് ഫ്ലൈ ഓവർ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, നമ്മൾ ഈ പാലാരിവട്ടം അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയാൽ മതി. ഫ്ലൈ ഓവർ എന്ന സംവിധാനം അവർ കണ്ടിട്ടില്ലല്ലോ. കടത്ത് കുത്തി
പാലം കടന്നു പോയിരുന്ന അല്ല മീൻ പുഴ കടന്നു പോയിരുന്ന ആൾക്കാർ ഇപ്പോൾ പാലത്തിൽ കൂടെ പോകുന്നു. അപ്പൊ മാറ്റങ്ങൾ ടെക്നോളജിയിലും നാട്ടിലും പ്രകൃതിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് ഭാഷയിലും വരും. നമുക്കതിനകത്ത് ഓ ബനാനെ പൂ തരാമോ കൊച്ചുകുട്ടികൾ എഴുതുന്ന പാട്ടാണ് പണ്ട് കാര്യമില്ല. ആ സിനിമയ്ക്ക് അതാണ് വേണ്ടെങ്കിൽ അത് എഴുതുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ വേറെ വർത്താനം പറയണ്ട. കാരണം അത് മറ്റേ പാട്ടുകൾ ഇപ്പുറത്തുണ്ടല്ലോ അല്ലേ. അപ്പൊ 1000 പാദസരങ്ങൾക്ക് ഇല്ലെങ്കിൽ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പമായി വന്നു എന്നൊക്കെ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അത്തരം സിനിമകൾക്ക് അത് ഉണ്ടായിക്കോട്ടെ. ആരാധിക എന്നുള്ള പാട്ടുണ്ടായില്ലേ ഇവിടെ അല്ലേ. ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ പാട്ട് ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരു തെറ്റുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മള് ഒരു 2.5 മണിക്കൂർ ഒരു കൂട്ടം ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു. അവരെ ത്രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ആ എൻഗേജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗം സഭ്യമായി എടുക്കാൻ പറ്റും, സഭ്യമായിട്ട് എന്തെല്ലാം മാർഗം എടുക്കാൻ പറ്റും അതെല്ലാം എടുക്കാന്നുള്ളതാണ്. ഈ 6 സിനിമകളിൽ ഇപ്പൊ തലവനെത്തിക്കുമ്പോൾ തലവന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സെക്കൻഡ് പാർട്ടുണ്ടോ? സെക്കൻഡ് പാർട്ടുണ്ട്. അങ്ങനെയാണല്ലോ പടം നിർത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ എഴുത്ത് നടക്കുന്നുണ്ട്. പ്രോബബ്ലി അടുത്ത വർഷം പകുതി ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നടക്കട്ടെ. ഈ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഘടകങ്ങൾ പലതായിരിക്കും. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച പടം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പറയാ? അതൊരു ടിപ്പിക്കൽ ആൻസർ ആണെങ്കിലും അതിന്റെ ചില സമയത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ബൈസിക്കിൾ തീവ്സ് തുടങ്ങാം. ആദ്യത്തെ ഒരു അവസരം തന്ന സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. അപ്പൊ ആ സിനിമയെ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. സൺഡേ ഹോളിഡേ ഞാൻ ബൈസിക്കിൾ തീവ്സ് കഴിഞ്ഞ് 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അതിലിപോലെ ലെജൻഡറി കുറെ ശ്രീനേട്ടൻ്റെ കൂടെയും അല്ലെങ്കിൽ ലളിത ചേച്ചിയുടെ കൂടെയും ഒക്കെ കുറെ കൂടെ ഞങ്ങൾ നമ്മളുടെ ബന്ധം കുറച്ചും കൂടി ഊഷ്മളമാക്കാൻ പറ്റിയ സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എനിക്ക് തോന്നുന്നു എന്തുമാത്രം റിപ്പീറ്റ് ആ പടം എവറി വീക്ക് ഏഷ്യാനെറ്റ് പ്ലസിൽ വന്നുകൊണ്ടിരിക്കും, ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് ആൾക്കാർ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് തരികയും ചെയ്യും. ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുകയും ചെയ്യും. യാത്രയിലാണെങ്കിലും നമ്മൾ അറിയും. വിജയ് സൂപ്പറും പൗർണമിയും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മെസ്സേജ് അയച്ച, ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ഓർഗനൈസേഷൻസിൽ അതിഥിയായിട്ട് പോകാനും ഒക്കെ പറ്റിയൊരു പടമാണ്. കാരണം പെൺകുട്ടികളുടെ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പം അത് കുറെ കൂടെ കോമൺ ആയി. ഞാൻ 2019 അത് ചെയ്യുമ്പോൾ അത്ര അധികം പേര് സംസാരിച്ചിട്ടില്ല. അതായത് ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടുപിടിക്കട്ടെ എന്നേ. അവൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് കഴിക്കും. 19 വയസ്സിൽ കെട്ടിച്ച് വിടണം എന്നുള്ള പരിപാടി മനസ്സിൽ നിന്ന് വിട്. അവൾക്ക് 18 വയസ്സിൽ അവൾ ഓക്കെ ആണോ കെട്ടിക്കേ, 19 ഓക്കെ ആണോ കെട്ടിക്കേ, അവൾ 28 ഓക്കെ, അപ്പൊ കെട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ സ്വന്തം സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കുമ്പോൾ 100% ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും, നല്ലൊരു ഭാര്യയായിരിക്കും, ഒരാളെയും കൂടെ എനിക്ക് കെയർ ചെയ്യാൻ പറ്റും, ഒരാളെയും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റും, ഒരാളെയും കൂടെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. കല്യാണമല്ല ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ല അൾട്ടിമേറ്റ് ലക്ഷ്യം. നിങ്ങളെന്ന വ്യക്തിയുടെ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. മദർ തെരേസ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ. നമ്മൾ PT ഉഷയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മദർ തെരേസയെ കുറിച്ച് സംസാരിക്കുന്നു, സോണിയാഗാന്ധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നിങ്ങൾക്ക് ഒരു ഓൺട്രപ്രണർ ആയാൽ മതി, ഒരു അവതാരകയായാൽ മതി, ഒരു പൈലറ്റ് ആവാം, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവാം, ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന ആളാവും, കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്ന ആളാവും, ആരും ആയിക്കോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കാം. ഇതാണ് ആ സിനിമ കൊണ്ട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പേരിട്ടപ്പോൾ പോലും വിജയ് സൂപ്പറും പൗർണമിയും 2 പേരും വെച്ചിട്ടുണ്ട്. അല്ല എനിക്ക് ഈസി ആയിട്ട് ആൾക്കാർക്ക് പറയാൻ എളുപ്പം വിജയ് സൂപ്പർ എന്നല്ലേ. ഞാൻ വിജയ് സൂപ്പർ കണ്ടു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മായാ പൗർണമി കണ്ടു, അല്ലെങ്കിൽ പൗർണമി കണ്ടു, അങ്ങനെയൊന്നും വെക്കാതെ വിജയ് സൂപ്പറും പൗർണമിയും. ആ സൂപ്പർ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന നടുക്ക. വിജയ് കഴിഞ്ഞ് സൂപ്പറുണ്ട്, പൗർണമി തുടങ്ങുന്നതിന് മുമ്പും സൂപ്പറുണ്ട്. അപ്പൊ അത്ര ആലോചനകൾ ഓരോ സാധനങ്ങളുടെയും പുറകിലുണ്ടാവാറുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ മോഹൻകുമാർ ഫാൻസ് സിനിമ ചെയ്തിട്ട് കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷൻ ഇന്നസെന്റ് ഏട്ടൻ രാത്രി 9:30 മണിക്ക് സത്യനന്ദിക്കാട് സാറിന്റെ നമ്പർ മേടിച്ച് മകൻ സോണറ്റിന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു 10:30 വരെ. ലാസ്റ്റ് ആലീസേച്ചി വിളിച്ചിട്ട് ഇദ്ദേഹം ഡിന്നർ കഴിച്ചിട്ടില്ല മോനെ, ഫോൺ വെക്കാൻ പറ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഫോൺ വെച്ചത്. പുള്ളി ഇമോഷണലി സംസാരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞു പുള്ളി ജീവിതത്തിൽ കണ്ടുമുട്ടിയ മോഹൻകുമാർമാരെ കുറിച്ച്. അതിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതിൽ ഡയറക്ടർമാരുണ്ട്, നടന്മാരുണ്ട്, നിർമ്മാതാക്കളുണ്ട്. അതായത് നിന്ന നിപ്പിൽ എവിടെയായിരുന്നു നമുക്ക് പാളിച്ച പറ്റിയെന്ന് അറിയാതെ ഔട്ടായി പോയ ആൾക്കാർ. മോഹൻകുമാറിലെ സിദ്ദിഖിന്റെ കഥാപാത്രം അതായിരുന്നു. 25 വർഷമായിട്ട് അയാൾ ഔട്ടായി. പക്ഷെ എന്ന് ഔട്ടായെന്ന് അയാൾക്ക് അറിയില്ല, എന്തുകൊണ്ട് ഔട്ടായെന്നും അറിയില്ല.
ബാക്കോട്ട് ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ ഒത്തിരി പേരെ അറിയാം, പേര് പറയുന്നില്ലെങ്കിലും അല്ലേ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ വളരെ പ്രിയപ്പെട്ട സിനിമയാണ്, വളരെ പ്രിയപ്പെട്ട ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സിനിമയാണ്. പിന്നെ ഇന്നലെ വരെ എന്ന് പറയുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ച് ആഗ്രഹിച്ച് കോവിഡ് സമയത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയമാണ്, ആ സമയത്ത് ചെയ്ത സിനിമയാണ്. ആർക്കും ജോലിയില്ലാതിരിക്കുമ്പോൾ സ്പെഷ്യൽ പെർമിഷനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഓഫ് കോഴ്സ് തലവൻ എത്തിയപ്പോഴത്തേക്കും എനിക്കിപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ല, ഈ സിനിമ ഓടിയേ പറ്റൂ, അതിന് മാത്രം എന്തുമാത്രം എഫോർട്ട് എടുക്കാൻ പറ്റും അത്രയേറെ എഫോർട്ട്സ് എഴുത്തിലും അതിൻ്റെ മേക്കിങ്ങിലും ഒക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൽ 4-5 മാസമാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്തത്. സാധാരണ ഒരു സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് 18 ദിവസം അല്ലെങ്കിൽ 20 ദിവസമാണ്. ഇത് 5 മാസം എവറി ഡേ 4 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകും, രാത്രി വരെ ഇരിക്കും. ഇങ്ങനെ 5 മാസം. മറ്റേ എഡിറ്റേഴ്സ് ഒന്നും പൊതുവെ അങ്ങനെ അങ്ങ് വളം വെച്ച് തരില്ല, അത് കുറച്ച് മുഖം കറുപ്പിക്കും. അവിടെയാണ് സൂരജ്, ES സൂരജാണ് എഡിറ്റ് ചെയ്തത്. ഒരു സ്ഥലത്ത് പോലും മുഖം കറുപ്പിക്കാതെ എനിക്ക് എപ്പോൾ ഇത് ഓക്കെ ആവുന്നോ അതുവരെ നടക്കട്ടെ 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 അങ്ങനെ. അതുകൊണ്ടാണ് സൂരജിന്റെ അടുത്ത പടം കിഷ്കിന്ദ കാണ്ട. അപ്പോൾ ഈ വർഷത്തെ 2 ഹിറ്റുകളിൽ ഈ വർഷത്തെ ഹിറ്റുകളിൽ 2 ഹിറ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന സൂരജാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആർട്ട് ഫിലിംസും ഒരുപാട് പാട്ടും പിന്നെ കുറച്ച് സിനിമകളും ഒക്കെ ആയിട്ട് നടക്കട്ടെ. ഒപ്പം അല്ലു അർജുനെ കൂടെ കൊണ്ട് നടക്കുക. അല്ലു അർജുന്റെ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞ് നമുക്കിത് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ ഇപ്പൊ ഡയലോഗ്സ് പറഞ്ഞു. ഞാൻ അന്ന് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അല്ലു എറണാകുളത്ത് വന്നപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്ങനെയാണ്, അത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ആ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഇച്ചിരി ഒരു വലിച്ചിലവിടെ വലിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ അന്ത ലെവലിലേക്ക് അളവൊക്കെ ഇത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്, പുഷ്പ അങ്ങനെ ഇന്റർനാഷണൽ ആവുന്ന കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ വരട്ടെ, അങ്ങനെ വിജയിക്കട്ടെ. അത്രയും എഫോർട്ട് അവരെടുത്തിട്ടുണ്ട്, ചെറിയ എഫോർട്ട് അല്ല. നിങ്ങളും ഇന്റർനാഷണലായി അതിന്റെ കൂടെ പറക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു. അത്രയൊന്നും നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഈ തിരക്കിനിടയിൽ നിങ്ങളെ വിടണം, കുറച്ചുകൂടി ഇരുത്തി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് ഇനിയും പിടിക്കാലോ. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കൽ കൂടെ കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു രജനീഷ്. താങ്ക് യു. ബൈ.